ആമേൻ. പ്രൈസ് ദ ലോർഡ്. Amen. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇപ്രകാരം അനുഗ്രഹിക്കപ്പെട്ട ഒരു സമയം സർവശക്തനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കി നൽകിയതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. 68 സങ്കീർത്തനത്തിൻ്റെ 32 33 വാക്യത്തിലേക്ക് നമുക്ക് പോകാം. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു. 68 സങ്കീർത്തനം അതിൻ്റെ 32 33 വാക്യങ്ങൾ. ഭൂമിയിലെ രാജ്യങ്ങളെ ദൈവത്തിന് പാട്ട് പാടുവിൻ, കർത്താവിനെ കീർത്തനം ചെയ്യുവിൻ. പുരാതന സ്വർഗാതിസ്വർഗങ്ങളിൽ വാഹനമേറുന്നവന് പാടുവിൻ, ഇതാ അവൻ തൻ്റെ ശബ്ദത്തെ ബലമേറിയ ഒരു ശബ്ദത്തെ കേൾപ്പിക്കുന്നു. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു, നാം ദൈവത്തിന് സ്തുതി അർപ്പിക്കുവാൻ, പാട്ട് പാടുവാൻ, ദൈവത്തിന് മഹത്വം കരയറ്റുവാൻ ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ പദ്ധതികൾ നമ്മുടെ ജീവിതത്തിലുള്ളതിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കാരണം ദൈവം നമ്മെ ഓരോ ദിവസവും നടത്തുന്ന ദൈവിക പദ്ധതികൾ അത് വളരെ അഗോചരമാണ്. ദൈവത്തിൻ്റെ സ്നേഹം അല്ലെങ്കിൽ വിശ്വസ്തത അത് വളരെ വലുതെന്ന് നമുക്ക് നമ്മുടെ ജീവിതത്തിലൂടെ അനുഭവിച്ചറിയുവാൻ തക്കവണ്ണം കർത്താവിൻ്റെ വിശ്വസ്തത എത്ര വലുതാണ്. കർത്താവ് തൻ്റെ കരങ്ങളിൽ തൻ്റെ ഭക്തന്മാരെ സൂക്ഷിക്കുന്നു, പരിപാലിക്കുന്നു. ദൈവം നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും നാം തിരിഞ്ഞ് ചിന്തിക്കുമ്പോൾ ഓരോ ദിവസവും ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായി നമുക്ക് ദൈവത്തിന് സ്തോത്രം കരയേറ്റാൻ കാരണം സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ യഹോവയെ മഹത്വപ്പെടുത്തുന്നു. നമ്മുടെ ജീവിതത്തിൽ എല്ലാ അവസ്ഥകളിലും, പ്രതിസന്ധികളിൽ, അതുപോലെ നല്ല സമയങ്ങളിലെല്ലാം ദൈവത്തെ സ്തുതിക്കുവാൻ സങ്കീർത്തനം 100 സങ്കീർത്തനത്തെ നമുക്കറിയാമല്ലോ. സകല ഭൂവാസികളും ആയുള്ളവരെ യഹോവയ്ക്ക് ആർപ്പിടുവിനെന്നാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. കാരണം സകല ഭൂമിയിൽ വസിക്കുന്നവർ എല്ലാവരും ദൈവത്തിന് ആർപ്പിടുവാൻ, എന്നാൽ സത്യമായും സർവശക്തനായ സത്യദൈവത്തിന് ആർപ്പിടുവാൻ തക്കവണ്ണം അപ്രകാരം ഒരു വലിയ കൂട്ടത്തെ നമ്മൾ കാണാതിരിക്കുമ്പോൾ യഥാർത്ഥമായും ക്രിസ്തുവേശുവിൻ്റെ രക്തത്താൽ വേർതിരിക്കപ്പെട്ട് ക്രിസ്തുവിനെ ഓരോ ദിവസവും അനുഭവിക്കുന്ന നമ്മുടെ ജീവിതത്തിലെല്ലാം നമുക്ക് ആർപ്പിടുവാൻ അനേക കാര്യങ്ങളുണ്ട്. ദൈവത്തിന് ആർപ്പിടുവാൻ തക്കവണ്ണം, ദൈവത്തിനെ സ്തുതിക്കുവാൻ തക്കവണ്ണം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ കഠിനമായ ശോധനയുടെ മധ്യത്തിൽ, കഠിനമായ വേദനകളുടെ മധ്യത്തിൽ, കഠിനമായ രോഗങ്ങൾ, പീഡനങ്ങൾ, കഠിനമായ ആപത്തനർത്ഥങ്ങൾ, അതുപോലെ കഠിനമായ കൂരിരുട്ടിൻ്റെ അവസ്ഥകളിൽ നമുക്കെപ്പോഴും ആർപ്പിടുവാൻ തക്കവണ്ണം, നമുക്ക് മറ്റൊരു വ്യക്തിക്ക് ആർപ്പിടുവാനല്ല, മറിച്ച് നമ്മുടെ സർവശക്തനായ ദൈവത്തിന് ആർപ്പിടുവാൻ തക്കവണ്ണം, അതുപോലെ സന്തോഷത്തോടെ യഹോവയെ സേവിപ്പിൻ, സംഗീതത്തോടെ അവൻ്റെ സന്നിധിയിൽ വരുവിൻ. നമുക്കറിയാം, നമുക്ക് സന്തോഷത്തോടെ അവനെ സേവിക്കുവാൻ തക്കവണ്ണം ഏത് സമയവും നാം ദൈവത്തെ സേവിക്കുന്നത് അല്ലെങ്കിൽ ദൈവിക ശുശ്രൂഷയിലായിരിക്കുന്നത് വലിയ സന്തോഷത്തോടെയാണ്. ഇവിടെ പാകിസ്ഥാൻ്റെ ബോർഡറിൽ ചേരി പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്ന അടിയൻ്റെ ജീവിതത്തിലും വലിയ സന്തോഷത്തോടെയാണ്. കാരണം ഞാൻ എപ്പോഴും പറയുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. എപ്പോഴെങ്കിലും ഒരു പ്രയാസം നമ്മുടെ ജീവിതത്തിൽ, കഠിനമായ വേദനയുടെ മധ്യത്തിൽ അവരുമായി ഒന്ന് സംസാരിക്കുമ്പോൾ, അഭിക്ഷ യാചിക്കുന്നവർ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടു സഹോദരങ്ങൾ, ദൈവത്തെ സ്നേഹിക്കുന്ന അവരെ ഒന്ന് അവരുമായി ഒന്ന് സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ അവരൊന്ന് പരസ്പരം ഒന്ന് കാണുമ്പോൾ, അവരുമായി ഒരുമിച്ചിരുന്നൊന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം എന്ന് പറയുന്നത് ഒരു വലിയ ആനന്ദമാണ്, വലിയൊരു ആനന്ദം. കാരണം യഥാർത്ഥമായും ക്രിസ്തുവിനെ രുചിച്ചറിഞ്ഞുകൊണ്ട് ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിൽ ജീവിക്കുന്ന ഒരു വലിയ സമൂഹമാണ് അവർ. അതുകൊണ്ട് ഇവിടെ പറയുന്നു, സന്തോഷത്തോടെ യഹോവയെ സേവിപ്പിൻ, സംഗീതത്തോടെ അവൻ്റെ സന്നിധിയിൽ വരുവിൻ. യഹോവ തന്നെ ദൈവമെന്നറിവിൻ, അവൻ നമ്മെ ഉണ്ടാക്കി, നാം അവനുള്ളവർ ആകുന്നു, അവൻ്റെ ജനവും അവൻ മേയ്ക്കുന്ന ആടുകളും തന്നെ. നമുക്കെല്ലാം സുപരിചിതമായ വേദഭാഗമാണ് യഹോവ തന്നെ ദൈവം എന്നറിവിൻ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പല അനുഭവത്തിലൂടെ നമുക്കറിയുവാൻ സാധിക്കുന്ന ഒരു കാര്യം, യഹോവ തന്നെ ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവമാണ്. കർത്താവ് എത്രയോ ശ്രേഷ്ഠകരമായി, എത്രയോ ആപത്തനർത്ഥങ്ങളിൽ നിന്നും, എത്രയോ വലിയ പ്രതിസന്ധികളുടെ മധ്യത്തിൽ നിന്നെല്ലാം ദൈവം നമ്മെ പുറത്തു കൊണ്ടുവന്നു. അവൻ തന്നെ ദൈവമെന്ന് അറിയുവാൻ തക്കവണ്ണം അവൻ നമ്മെ ഉണ്ടാക്കി. ദൈവിക ഉദ്ദേശത്തിന് വേണ്ടിയായി ദൈവം നമ്മെ ഉണ്ടാക്കി. അതുകൊണ്ട് നമുക്കറിയാം, നമ്മൾ അവനുള്ളവൻ തന്നെയാകുന്നു, അവൻ്റെ ജനമാണ് നാം. അവൻ മേയ്ക്കുന്ന ആടുകളും തന്നെ, നമ്മെ മേയ്ക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഇടയനായി
ഏത് കൂരിരുട്ടിൻ്റെ മധ്യത്തിലും അതുപോലെ മരണത്തിൻ്റെ താഴ്വരയിൽ കൂടി നടക്കുന്ന അവസ്ഥയിലും നാം അവൻ മേയ്ക്കുന്ന ആടുകളായിരിക്കാൻ തക്കവണ്ണം അവൻ്റെ വാതിലുകളിൽ അതുകൊണ്ട് നമുക്ക് സ്തോത്രത്തോടെ അവൻ്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടുകൂടെ വരുവാൻ തക്കവണ്ണം. ഇവിടെ പറയുന്നു അങ്ങനെ വരുവാൻ ഏത് സമയവും നമുക്ക് സ്തോത്രത്തോടെ സ്തുതിയോടെ ദൈവത്തിൻ്റെ പ്രാകാരങ്ങളിൽ വരുവാൻ തക്കവണ്ണം, അവന് സ്തോത്രം ചെയ്ത് അവൻ്റെ നാമത്തെ വാഴ്ത്തുവാൻ തക്കവണ്ണം. നമുക്ക് ഇപ്രകാരം ലഭിച്ചിരിക്കുന്ന ഒരു ഭാഗ്യ പദവി, അവൻ്റെ നാമത്തെ വാഴ്ത്തുവാൻ, അവനെ സ്തുതിക്കുവാൻ തക്കവണ്ണം ഏത് സമയം സ്തോത്രത്തോടെ അവൻ്റെ സന്നിധാനത്തിൽ വരുവാൻ. യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്, അവൻ്റെ വിശ്വസ്തത തലമുറയായും ഇരിക്കുന്നു. ദൈവം നമുക്കറിയാം, യഹോവ നല്ലവനല്ലോ. ജീവിതത്തിൽ, അടിയൻ്റെ ജീവിതത്തിലും എപ്പോഴും പറയുവാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്, യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്, അവൻ്റെ വിശ്വസ്തത തലമുറയായും ഇരിക്കുന്നു. ദൈവം തികച്ചും നമ്മുടെ ജീവിതത്തിൽ വിശ്വസ്തനായ ദൈവമാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു അന്യഭവത്തിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നു. കാരണം ഈ വേദഭാഗങ്ങൾ ഒരുപക്ഷെ ഞാൻ വായിച്ചപ്പോൾ ഒരുപക്ഷെ കേൾക്കുന്ന പലരുടെയും അകത്തുണ്ടായിരിക്കാം, നമുക്കെല്ലാം സുപരിചിതമായ വേദഭാഗമാണല്ലോ ഞാനിവിടെ വായിച്ചത്. എന്നാൽ എന്തുകൊണ്ടാണ് ഞാൻ ഈ വേദഭാഗം വായിച്ചത്? മെനിഞ്ഞാന്ന് എൻ്റെ ജീവിതത്തിൽ വലിയൊരു അപകടത്തിൽ നിന്ന് കർത്താവ് എന്നെ വിളിച്ച് എന്നെ പുറത്തു കൊണ്ടുവരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഒരു വലിയ ആക്സിഡൻറ്റിൽ ഞാൻ കടന്നുപോയി. ഞായറാഴ്ച ദിവസം സഭ കഴിഞ്ഞ ശേഷം നമ്മുടെ ചേരി പ്രദേശത്തേക്ക് കുറച്ച് സാധനങ്ങളുമെല്ലാമായി എൻ്റെ മോളുടെ 16-ാം വയസ്സായിരുന്നു അന്ന്. അവൾക്ക് 16 വയസ്സ് തികയാണ്. അപ്പോൾ ഞാൻ മിക്കവാറും എല്ലാ വെള്ളിയാഴ്ച പോകുന്നത് പോലെ തന്നെ എല്ലാ ഞായറാഴ്ചകളിലും നമ്മുടെ ആരും തന്നെ പുറത്ത് പോകാറില്ല. കാരണം ഞായറാഴ്ച ദിവസം ദൈവത്തിന് അവർ വേർതിരിച്ച് അവർ ആ സമയങ്ങളിൽ ദൈവസന്നിധിയിൽ അതേ സമയം ചിലവഴിക്കുന്നത് കൊണ്ട് ഞായറാഴ്ചകളിലെല്ലാം ഞാൻ ചേരി പ്രദേശത്തിൽ പോകാറുണ്ട്. സഭ കഴിഞ്ഞ് സാധനങ്ങളെല്ലാം വീട്ടിൽ കൊണ്ടുവച്ചു, മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാം. അത് കഴിഞ്ഞ് തിരിച്ച് ചേരിയിലേക്ക് കുറേ സാധനങ്ങൾ വാങ്ങി അങ്ങോട്ട് പോകുവാനുള്ള സന്നദ്ധതയിൽ ഞങ്ങൾ പോകുകയായിരുന്നു. ഞാൻ എൻ്റെ മോൻ്റെ പുറകിലാണ് ഇരിക്കുന്നത്, വണ്ടിയുടെ പുറകിൽ, ബൈക്കിൻ്റെ പുറകിലിരുന്ന് ഞങ്ങൾ പോകുന്ന സമയത്ത് ഒരു കാറ് വന്ന് ബൈക്കിനെ ഇടിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ശക്തമായി ഇടിച്ചു. ഞാൻ തെറിച്ച് വലിയ തിരക്കുള്ളൊരു വഴിയായിരുന്നു ഇവിടെ പാകിസ്ഥാൻ ബോർഡറിൽ തന്നെ. കാരണം ഞായറാഴ്ചകളിൽ വലിയ തിരക്കുണ്ട്. അങ്ങനെയുള്ള തിരക്കുള്ള ആ സമയത്ത് എന്താ പറയുക, തെറിച്ച് വീഴുവാൻ തക്കവണ്ണം കാറിൻ്റെ ചക്രത്തിൻ്റെ അടിയിലേക്ക് എൻ്റെ തല കടന്നു പോകുന്നതും കാണുവാൻ. പക്ഷേ ഞാൻ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, ഞാനൊരു ശബ്ദം, പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് സ്തോത്രം ചെയ്യുവിൻ. സർവശക്തനായ ദൈവം ഇപ്രകാരം പറഞ്ഞു, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ. കാരണം ഒരു അത്ഭുതം, ഒരു വലിയ മിറക്കിൾ ദൈവം ചെയ്തിരിക്കുന്നെന്ന് പറയുവാൻ ഇടയായി തീർന്നു. പിശാച് പദ്ധതി ഒരുക്കിയെങ്കിലും അതിനെ തകർത്തുകൊണ്ട് ഒരു പക്ഷേ സർക്കസിലെല്ലാം, ഒരുപക്ഷെ നമ്മളാരും സർക്കസ് കാണാറില്ലെങ്കിൽ പോലും നമുക്കറിയാം എങ്ങനെ ഒരു വ്യക്തി ഉരുണ്ട് മാറുന്നത് പോലെ ഞാൻ ആ ചക്രങ്ങളുടെ ഇടയിൽ നിന്നും ഒരു 3 പ്രാവശ്യമായി ഉരുണ്ട് എൻ്റെ തലയോട്ടിയെല്ലാം പൊട്ടുവാൻ തക്കവണ്ണം ഞാനും ഇപ്പോൾ ആയിരിക്കുന്നത് 3 സ്റ്റിച്ചേ ഉള്ളെങ്കിലും എൻ്റെ എന്താ പറയുക പൊട്ടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അങ്ങനെ അധികം സംസാരിക്കരുതെന്നൊക്കെ പറഞ്ഞ് വിശ്രമിച്ച് ഞാനിപ്പോൾ എനിക്ക് പുറത്തു പോകുവാൻ സാധ്യമല്ലാത്തൊരവസ്ഥയിലാണ് ഞാൻ ഇരിക്കുന്നത്. എങ്കിലും 1-2 ആഴ്ചത്തെ വിശ്രമം വേണം. എങ്കിലും ദൈവം ഒരു വലിയ വിപത്തിൽ നിന്നും എന്നെ വിടിവിക്കുവാൻ ഇടയായി തീർന്നു. ആ കാറുകാരൻ റോട്ടിൽ നോക്കാതെ കാർ ഓടിച്ചു. തൻ്റെ കൂടെ ഇരുന്ന പ്രഗ്നൻ്റായ ഭാര്യ, അതുപോലെ തൊട്ടടുത്തിരിക്കുന്ന കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ട് താൻ റോട്ടിലേക്ക് നോക്കാതെ തെറ്റായി വണ്ടി ഓടിച്ചാണ് അങ്ങനെ സംഭവിച്ചത്. ഞങ്ങളുടെ മുമ്പിൽ പതിയെ പോകുന്ന ശരിയായ വഴിയിൽ തന്നെ പോകുന്ന എന്താ പറയുക, ഞങ്ങളുടെ വണ്ടിയെ പുള്ളി കണ്ടില്ല. അങ്ങനെ വണ്ടിയിൽ കയറി ഇടിച്ച് വലിയൊരു മാരകമായ അവസ്ഥയിൽ നിന്നും ദൈവം വിടിവിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് 34-ാം സങ്കീർത്തനത്തിലും പറയുവാൻ സാധിക്കുന്നു, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. നമുക്ക് ദൈവത്തെ വാഴ്ത്തുവാൻ തക്കവണ്ണം എല്ലാ കാലത്തും ഒരു വലിയ കൂട്ടം ജനം അവിടെ തിങ്ങിക്കൂടുവാൻ, അവരെ വായിൽ നിന്ന് വന്ന ദീർഘശ്വാസത്തോടെ വന്ന
ഒരു ശബ്ദം. എൻ്റെ തല അവരെ കയ്യിലിരുന്ന തുണികൾ കൊണ്ടെല്ലാം അവർ വലിയ തുണികൾ, കാരണം ഇവിടെ തലക്കെട്ടുകളുള്ള സർദാറുകളാണ്. അവരെ തലക്കെട്ട് ഊരി അവരെൻ്റെ തലയെ കെട്ടുവാൻ തക്കവണ്ണം, അതുപോലെ രക്തം വാർന്നൊഴുകുന്ന തലയുമായി ആശുപത്രിയിലേക്ക് കടന്നു പോകുവാൻ തക്കവണ്ണം. എന്നാൽ എല്ലാവരുടെ വായിൽ നിന്നും വന്നൊരു ശബ്ദമായിരുന്നു, അയ്യോ രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടു, ഇങ്ങനെയുള്ള ശബ്ദം മാത്രം, ദീർഘശ്വാസത്തോടെ. കാരണം രക്തം വാർന്നൊഴുകുകയാണ്. പക്ഷേ എല്ലാവരും അത്ഭുതപ്പെട്ടത്, ഞാൻ ഒരിക്കലും അവരോട് ദേഷ്യപ്പെടുവാൻ തക്കവണ്ണം, ആ കാറുകാരനോട് ദേഷ്യപ്പെടുവാനോ, ശരിയായി നോക്കി ഇനി മുതൽ വണ്ടി ഓടിക്കണമെന്ന് മാത്രം അദ്ദേഹത്തോട് പറയുവാനിടയായി തീർന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ വണ്ടി റോഡിലേക്ക് നോക്കിയല്ല, കുഞ്ഞിനെ കളിപ്പിച്ചു, അറിയാതെ എന്താ പറയുക കുഞ്ഞും സ്റ്റീറിങ് പിടിക്കുക എന്തോ ചെയ്തു, പുള്ളി നോക്കിയില്ല, അങ്ങനെ വലിയൊരു മഹാ ആപത്തിൽ നിന്നും വിടുവിച്ചു. നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു, നമ്മുടെ സമയത്തിന് മുൻപ് ഒരിക്കലും നമ്മുടെ ജീവൻ എടുക്കപ്പെടുകയില്ല. എന്നാൽ വലിയ ടയറുകളുടെ ഇടയിൽ നിന്നും എൻ്റെ തലയെ ദൈവം രക്ഷിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ ഇരിക്കും. എൻ്റെ ഉള്ളം യഹോവയിൽ പ്രശംസിക്കുന്നു, എളിയവർ അതുകൊണ്ട് സന്തോഷിക്കും. ഞാൻ ആശുപത്രി കടന്നുപോയപ്പോഴും ആശുപത്രിയുടെ അകത്തുള്ളവർ ചോദിക്കുവാൻ ഇടയായി തീർന്നു, നിങ്ങളൊരു ക്രിസ്ത്യാനിയാണോ? കാരണം ഇത്ര വലിയൊരു അപകടത്തിൽ നിന്നും കടന്നു വന്നിട്ടും പ്രത്യാശയോടെ ഞാൻ ആയിരിക്കാൻ തക്കവണ്ണം, ഒരു ഭീതിയോടെയല്ല മറിച്ച് പ്രത്യാശയോടെ, രക്തം വാർന്നൊഴുകുന്ന വലിയൊരു തലക്കെട്ടുമായി ഞാൻ ചെന്നപ്പോഴും ഞാൻ അവിടെ ശാന്തമായിരിക്കുവാൻ തക്കവണ്ണം, അസഹനീയമായ വേദനയിൽ തലകറങ്ങി ഞാൻ പലപ്പോഴും വീഴുവാൻ ഇടയായി തീർന്നു. എന്നാൽ ദൈവം സൂക്ഷിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ദൈവമാണ് വിശ്വസ്തനായി ദൈവത്തെ ആ ജനക്കൂട്ടത്തിൻ്റെ മധ്യത്തിലും ആ റോഡിൻ്റെ മധ്യത്തിലും ദൈവത്തെ ഉയർത്തുവാൻ തക്കവണ്ണം, സർവശക്തനായ യേശു ക്രിസ്തുവിൻ്റെ രക്ഷ അവൻ രക്ഷിച്ചു എന്നുള്ള വാക്കൊരു ശബ്ദമായി പറയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ദൈവം വിശ്വസ്തനായ ദൈവമാണ്. നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും ദൈവം നമ്മെ നയിക്കുന്ന വിധങ്ങൾ, ദൈവത്തിൻ്റെ വിശ്വസ്തത, അതുപോലെ പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിനായി നന്ദി പറയുന്നു. കാരണം ഞാനിവിടെ വചനം പറയുന്ന സമയത്തും ഞാൻ ഓർക്കുന്നു, വളരെ നന്ദിയോടെ പലപ്പോഴും വചനം പറഞ്ഞ് തിരക്കിട്ട് എനിക്ക് മറ്റൊരു മീറ്റിങ്ങിനോ മറ്റൊരു സ്ഥലത്തോ പോകാനുള്ളത് കൊണ്ട് ഞാൻ പലപ്പോഴും വചനം പറഞ്ഞ ശേഷം പോകാറുണ്ട്. എന്നാൽ അല്പസമയം പ്രാർത്ഥനയ്ക്കായിട്ട് ഞാൻ ചെലവഴിക്കുമ്പോഴെല്ലാം വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന അനേകരെ കാണുവാനിടയായി തീർന്നിട്ടുണ്ട്. ദൈവം വളരെയധികം അനുഗ്രഹിക്കട്ടെ. കാരണം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പ്രാർത്ഥനയുടെ പിൻബലം നമുക്ക് വലിയൊരു സഹായമാണ്. കാരണം ഒരു വലിയ കോട്ടയായി നമ്മെ സുരക്ഷിതമായി കർത്താവിന് വേണ്ടി അധികം പ്രയോജനപ്പെടുവാൻ തക്കവണ്ണം അത് സഹായിക്കുന്നു. എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുവിൻ, നാം ഒന്നിച്ച് അവൻ്റെ നാമത്തെ ഉയർത്തുക. ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി, എൻ്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. സുവിശേഷത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി ഇവിടെ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പല പ്രതിസന്ധികൾ, ഒന്നല്ലാതെ മറ്റൊന്നായി പല പ്രതിസന്ധികൾ. ഞാൻ 7 ദിവസം പൂർണ്ണമായി ഉപവാസത്തോടെ പ്രാർത്ഥനയിലൂടെയായിരുന്നു. 8ാം ദിവസം ഞാൻ ജസ്റ്റ് അല്പമായി ഭക്ഷണം കഴിച്ച് ഞാൻ ചേരി പ്രദേശത്തേക്ക് പോകാമെന്ന് ചിന്തിക്കുമ്പോഴായിരുന്നു ഇപ്രകാരമുള്ളൊരു വലിയ അപകടത്തിലേക്ക് പോകുവാനിടയായി തീർന്നത്. എന്നാൽ ദൈവശബ്ദം കേൾക്കുവാനിടയായി തീർന്നൊരു കാര്യമുണ്ട്. ഇത് പിശാചിൻ്റെ പദ്ധതിയായിരുന്നുവെങ്കിലും ദൈവം ആ പിശാചിൻ്റെ പദ്ധതിയെ തകർക്കുവാൻ തക്കവണ്ണം, ദൈവം വലിയൊരു അത്ഭുതം ചെയ്യുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു എന്നുള്ള ദൈവശബ്ദം ക്ലിയറായി കേൾക്കുവാനിടയായി തീർന്നു. ദൈവം പ്രകാരം പറഞ്ഞു, ഞാൻ ചെയ്ത മഹാത്ഭുതത്തിന് എനിക്ക് നന്ദി പറയുവാൻ തക്കവണ്ണം. അതുകൊണ്ടാണ് ഈ വേദഭാഗം ഞാൻ വായിക്കുവാൻ ഇടയായി തീർന്നത്. കാരണം എൻ്റെ ഈ വലിയ അപകടത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഞാൻ വചനം പറയുന്നത് ഇപ്രകാരം. കാരണം എനിക്ക് സംസാരിക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാൽ വചനം പറയുവാൻ സന്ധ്യ സിസ്റ്റർ വിളിച്ച സമയത്ത് ഞാൻ സന്തോഷത്തോടെ പറയാമെന്ന് പറഞ്ഞു. കാരണം ദൈവം തരുന്ന അവസരമാണ് അത് പറയുവാൻ തക്കവണ്ണം. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, അവൻ്റെ സകല കഷ്ടങ്ങളിൽ നിന്ന് അവനെ വിടുവിച്ചു. ഇതിൻ്റെ 7 മുതലുള്ള വാക്യങ്ങൾ, യഹോവയുടെ ദൂതൻ അവൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. എൻ്റെ ജീവിതത്തിൻ്റെ ഒരു അനുഭവമായി ആദ്യമായി പറയുന്ന ഒരു സാക്ഷ്യം പോലെ ഈ സാക്ഷ്യം. കാരണം പല അപകടങ്ങളിൽ നിന്നും ദൈവം വിടുവിച്ച ദൈവമാണ്. എന്നാൽ എൻ്റെ ജീവിതത്തിൽ ഞായറാഴ്ച ദിവസം ഉച്ച കഴിഞ്ഞ സമയത്ത്
എൻ്റെ അനുഭവമാണ്. യഹോവയുടെ ദൂതൻ അവൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. വലിയ തിരക്കിട്ട റോഡിൽ ഒത്തിരി വാഹനങ്ങൾ ഓടുന്ന ആ സമയത്ത് ഞാൻ തെറിച്ച് ഉരുണ്ട് വീഴുന്ന സമയത്ത് എങ്ങനെയാണ് ഞാൻ രക്ഷപ്പെട്ടതെന്ന് എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ. കാരണം എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ സാധ്യമല്ലാതെ വണ്ണം എൻ്റെ തലയുടെ എല്ലുകളെല്ലാം തലയുടെ വലിയൊരു ആഘാതം സംഭവിക്കാൻ തക്കവണ്ണം ഇടയെ തീർന്നെന്നാൽ ദൈവം എത്രത്തോളം വാർന്നൊഴുകുന്ന രക്തമൊഴുകുന്ന ആ തലയുമായി എഴുന്നേൽക്കുവാൻ തക്കവണ്ണം കർത്താവ് സഹായിച്ചു. യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുവിൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. യഹോവയുടെ വിശുദ്ധന്മാരെ അവനെ ഭയപ്പെടുവിൻ, അവൻ്റെ ഭക്തന്മാർക്ക് ഒന്നിനും മുട്ടില്ലല്ലോ. ജീവിതത്തിൽ വിശുദ്ധിക്ക് പ്രാധാന്യം കൊടുത്ത് വിശ്വസ്തയോടെ നിർമ്മലതയോടെ ജീവിക്കുവാൻ തക്കവണ്ണം, ദൈവത്തിൻ്റെ വചനത്തെ മുറുകെ പിടിക്കുവാൻ തക്കവണ്ണം, ദൈവത്തെ തന്നെ ആശ്രയിക്കുവാൻ, എല്ലാ സമയത്തും അവനെ തന്നെ ആശ്രയിക്കുവാൻ, ദൈവത്തിൻ്റെ വിശ്വസ്തതയെ മുറുകെ പിടിക്കുവാൻ. വീണ്ടും ഞാൻ കേട്ടൊരു ശബ്ദമായിരുന്നു, നീ ഭയപ്പെടണ്ട, ഇത് നിൻ്റെ മരണത്തിനല്ല എന്നുള്ള രണ്ടാമതുള്ള ദൈവശബ്ദം ഞാൻ കേൾക്കുവാൻ ഇടയെ തീർന്നു. ഭയപ്പെടേണ്ട, കാരണം അസഹനീയമായ വേദനയുമായി ഞാൻ ഇരിക്കുന്ന സമയത്ത് തലകറങ്ങി പലപ്പോഴും താഴെ വീണു. ആ സമയത്ത് ദൈവശബ്ദം കേട്ടു, ഭയപ്പെടേണ്ട, ഇത് നിൻ്റെ മരണത്തിനല്ല. നമ്മുടെ ജീവിതത്തിൽ പല പ്രതിസന്ധികൾ ജീവിതത്തിൽ ആഞ്ഞടിക്കുമ്പോൾ അതൊന്നും നമ്മെ തകർക്കുവാൻ തക്കവണ്ണം പിശാചൊരുക്കിയാലും അതൊരിക്കലും നമ്മുടെ തകർച്ചയ്ക്കല്ല, മറിച്ച് നമ്മെ കരം പിടിച്ച് നടത്തുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തിനായി സ്തോത്രം. ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആരോഗ്യത്തിന് കുറവ് വരാതെ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പല അന്യഭവങ്ങൾ കടന്നു വരുന്നത്, ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു റോഡ് അപകടം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ഇതുവരെ എൻ്റെ ജീവിതത്തിൽ റോഡിൽ ഒരു അപകടം വന്നിട്ടില്ല. പലപ്പോഴും പലതരത്തിലുള്ള പ്രതിസന്ധികൾ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. എന്നാൽ ആദ്യമായിട്ടാണ് ചേരികളിലേക്ക് കടന്നു പോകുന്ന സമയത്ത് ഇതുപോലുള്ള വലിയൊരു അപകടം. കാരണം നമ്മുടെ തെറ്റുകൊണ്ടല്ല, മറ്റൊരു വ്യക്തിയുടെ തെറ്റുകൊണ്ട് അദ്ദേഹം റോഡിലേക്ക് നോക്കാതെ കാർ ഓടിച്ചു പോയതുകൊണ്ട് സംഭവിച്ചൊരു തെറ്റായിരുന്നു. എങ്കിൽ പോലും ദൈവം എത്ര വിശ്വസ്തനാണ്. തൻ്റെ ഭക്തന്മാർക്ക് ചുറ്റും പാളയം ഇറങ്ങി അവരെ വിടുവിക്കുന്ന ദൈവം. ഒരു വലിയ ഒഴുക്കുള്ള റോട്ടിൽ ദൈവം എത്ര വിശ്വസ്തനാണ്. ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായി നമുക്ക് ദൈവത്തെ എപ്പോഴും സ്തുതിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തിൻ്റെ കരുണയ്ക്കായി, ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായി പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വേദഭാഗങ്ങൾ, പല വേദഭാഗങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അത് യാഥാർത്ഥ്യമായി നമ്മുടെ ജീവിതത്തിൽ വരുന്നതിൻ്റെ പല കാര്യങ്ങൾ നമ്മുടെ അനുഭവങ്ങളാണ്. പല അപകടങ്ങളിൽ നിന്നും പലതിൽ നിന്നും ദൈവം നമ്മെ വിടുവിച്ചു കൊണ്ടുവരുമ്പോൾ നമുക്കറിയാം അത് നമ്മെ വലിയൊരു ദൈവപ്രവൃത്തിയെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അതുപോലെ നമുക്കെല്ലാം സുപരിചിതമായ വേദഭാഗമാണ് 91 സങ്കീർത്തനം. ഇന്ന് എൻ്റെ അനുഭവത്തിൽ നിന്നും പറയുന്നത് കൊണ്ട് ഞാൻ ഈ വേദഭാഗങ്ങളിലേക്ക്, നമുക്ക് സുപരിചിതമാണെങ്കിലും ഈ വേദഭാഗങ്ങളിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നു. ഇതിൻ്റെ 10-ാം വാക്യത്തിൽ, ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കുകയില്ല, നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നമ്മെ കാത്തു പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മെ സൂക്ഷിക്കുന്ന സമയത്തിന് മുൻപ് ദൈവിക ദർശനമുള്ള, അല്ലെങ്കിൽ നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ ഭക്തരാണ്. നാം ഓരോരുത്തരും ക്രിസ്തുയേശുവിനെ രുചിച്ചെറിഞ്ഞ ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും വലിയ ദൈവിക പദ്ധതികളുണ്ട്. ദൈവത്തിൻ്റെ സാക്ഷിയാകുവാൻ തക്കവണ്ണം എൻ്റെ തലയിൽ സ്റ്റിച്ചിടുന്ന സമയത്ത് ആ വ്യക്തികളോട് സുവിശേഷം പറയുവാൻ തക്കവണ്ണം, ആ 2 പേരോട് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുവാൻ തക്കവണ്ണം, ആ ഡോക്ടറോട് സുവിശേഷം പറയുവാൻ തക്കവണ്ണം ദൈവം എന്നെ സഹായിക്കുവാൻ ഇടയായിരുന്നു. ഒരുപക്ഷെ എനിക്കറിഞ്ഞുകൂടാ, ഒരുപക്ഷെ ഈ ഒരു അപകടത്തിലൂടെ അതിൻ്റെ അകത്ത്, അല്ലെങ്കിൽ അങ്ങനെയൊരു ഹോസ്പിറ്റലിൽ ഞാൻ കടന്നു പോകാൻ സാധ്യതയില്ല. കാരണം ഇതിൻ്റെ തൊട്ടടുത്തുണ്ടായിരുന്ന വേറൊരു ആശുപത്രി അവിടെ ഇല്ല. ആ സമയത്തുണ്ടായിരുന്നത് വളരെ അവിടെ ഉണ്ടായിരുന്ന ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലായിരുന്നു. അവിടേക്ക് എന്നെ കൊണ്ടുപോകാൻ തക്കവണ്ണം ഇടയെ തീർന്നു. പക്ഷേ ദൈവം വിശ്വസ്തനാണ്. ഏതൊരു സാഹചര്യത്തിലും യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുവാൻ, അതുപോലെ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുവാൻ തക്കവണ്ണം ദൈവം സഹായിക്കുന്നു. നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതെ വണ്ണം അവൻ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. നമ്മെ വഹിച്ചുകൊള്ളുന്നൊരു ദൈവത്തിൻ്റെ മുൻപിൽ, അതുപോലെ സിംഹത്തിന്മേലും അണലിമേലും നീ ചവിട്ടും, ബാലസിംഹത്തിന്മേലും പെരുമ്പാമ്പിനെയും നീ മെതിച്ചു കളയുമെന്നുള്ള ദൈവത്തിൻ്റെ വചനം. കാരണം നമുക്കെതിരായി നിൽക്കുന്ന ശത്രുവിനെ മെതിച്ചു കളയുവാൻ തക്കവണ്ണം
നമ്മുടെ പ്രതിസന്ധികളിൽ, നമ്മുടെ കഷ്ടങ്ങളിൽ, നമ്മുടെ ക്ലേശങ്ങളിൽ നാം പലപ്പോഴും ചിന്തിക്കും, നമുക്ക് മുൻപിലുള്ള പർവ്വതം നാം എപ്രകാരം ചവിട്ടിക്കയറുവാനിടയെത്തീരും. ഞാൻ ഈ 7 ദിവസം പൂർണ്ണമായി ദൈവസന്നിധിയിൽ 2 വിഷയത്തോടനുബന്ധിച്ച് പരിശുദ്ധാത്മ പറഞ്ഞ് ഉപവസിക്ക് പ്രാർത്ഥിക്കുന്ന സമയത്ത് അതേ വിഷയത്തോടനുബന്ധിച്ച് ഒരു സഹോദരി എന്നെ വിളിക്കുവാനിടയെത്തുന്നു. ഒരിക്കലും എനിക്ക് പരിചയമില്ല, തൻ്റെ മകൾ വലിയൊരു പ്രതിസന്ധിയിൽ ആയിരിക്കുന്ന ഒരവസ്ഥ, തൻ്റെ മകൾ ഗൾഫ് രാജ്യത്ത് ഒരു പ്രതിസന്ധിയുടെ മധ്യത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പറയുവാനിടയെത്തുന്നു, ആ പൈതലിൻ്റെ ജീവിതത്തിൽ ഒരു മിറക്കിൾ ദൈവം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ ഒരു വലിയ റിവൈവൽ അവളുടെ ജീവിതത്തിൽ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ഒരു സാധ്യതയുമില്ല, അവളുടെ ജോലിയിൽ നിന്ന് അവളെ പിരിച്ചു വിടുവാൻ തക്കവണ്ണം അവളുടെ വിശ്വാസം തന്നെ പോയ സ്ഥിതിയിൽ. അതുപോലെ ആ വിളിച്ച സഹോദരി ജീവിതത്തിൽ വലിയൊരു പ്രതിസന്ധിയിലൂടെ താൻ കടന്നു പോകുന്ന ആ രാത്രി, 7 ദിവസം പൂർത്തിയാകുന്ന രാത്രിയിൽ ഞാൻ ആ സഹോദരിയുമായി പല സമയത്ത് കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ അർദ്ധരാത്രിയിലിരുന്ന് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ഇടയെത്തുന്നു. അതവരുടെ ജീവിതത്തിൻ്റെ വലിയ വിടുതലായി. ആ പൈതലിൻ്റെ ജീവിതത്തിൽ, ആ ഗൾഫ് രാജ്യത്ത് അവളുടെ ജീവിതത്തിൽ ഒരു വലിയ വിടുതൽ, അവരെ പറയുവാനിടയെത്തീർന്നു. അവൾക്കെതിരായി ഒന്നുമില്ല എന്നുള്ള രീതിയിൽ അവളുടെ ജീവിതത്തിൽ വലിയൊരു പ്രതിസന്ധി പുറത്തു വരത്തക്ക രീതിയിൽ ഒരു ദൈവപ്രവൃത്തി വരുവാൻ തക്കവണ്ണം. അതുപോലെ ആ സഹോദരി അനുഭവിക്കുന്ന കഠിന ക്ലേശത്തിൽ നിന്നും ദൈവം അവരെ വിടുവിക്കുവാൻ, ദൈവം അവർക്ക് വേണ്ടി ചില വഴികൾ തുറന്നു കൊടുക്കുവാൻ തക്കവണ്ണം, സുവിശേഷത്തിന് വേണ്ടി ദൈവത്തിൻ്റെ വചനം പറയുവാൻ വളരെ ഞെരുക്കപ്പെട്ട സ്ഥിതിയിൽ കഴിയുന്ന അവസ്ഥയിൽ നിന്നും ദൈവം അവരെ വിടുവിച്ചുകൊണ്ട് പുറത്തു കൊണ്ടുവരുവാൻ ഇന്നും അവർക്കൊരു നല്ല മീറ്റിംഗ് ഉണ്ട്. അവരെന്നോട് ഇപ്രകാരം പറയുവാനിടയായിത്തീർന്നു, മാസത്തിൽ 1-2 ദിവസമെങ്കിലും സിസ്റ്ററെ ഒരുമിച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കുവാനിടയായിത്തീർന്നെങ്കിൽ, കാരണം ഒരു വലിയ വിടുതലായി തീരുവാനിടയായിത്തീർന്നു. എന്നാൽ പരിശുദ്ധാത്മാവ് നമ്മെ പലപ്പോഴും കൊണ്ടുപോകുന്ന വഴികൾ, അതിൻ്റെ അടുത്ത ദിവസമാണ് ഒരു വലിയ ആഘാതം എൻ്റെ ജീവിതത്തിൽ. എന്നാൽ ഈ ആഘാതത്തിൻ്റെ മധ്യത്തിൽ എനിക്ക് അന്ന് വചനം പഠിപ്പിക്കുവാൻ സാധ്യമല്ല ചേരി പ്രദേശത്ത്. കാരണം അതുപോലെ എനിക്ക് സംസാരിക്കാൻ സാധിക്കാതെ ഞാൻ തല കറങ്ങി വല്ലാത്ത അവസ്ഥയിൽ കിടക്കുന്ന അവസ്ഥയിൽ എൻ്റെ മകളാണെന്ന് വചനം പഠിപ്പിക്കുവാൻ ഇടയായിത്തീർന്നത്. കാരണം അവളുടെ 16-ാം വയസ്സിലേക്ക് അവൾ പ്രവേശിച്ചു. എനിക്ക് പകരമായി ഇന്നെൻ്റെ ജന്മദിനമാണല്ലോ എന്ന് പറഞ്ഞാണ് എൻ്റെ വിഷയം, അപകടം സംഭവിച്ച വിഷയം ആരോടും പറഞ്ഞില്ല. കാരണം അവർക്കെല്ലാം വലിയ ഭീതിപ്പെടുത്തുന്ന അവസ്ഥയായി തീരും. ഞാൻ ഓർത്തു അടുത്ത ഞായറാഴ്ച അവരെ പോയി കാണണം, ഞായറാഴ്ച ആരാധനയ്ക്ക് പോകണം. ആ സമയത്ത് മാത്രം അവരോട് ഈ കാര്യങ്ങൾ പറയുവാൻ തക്കവണ്ണം ദൈവം വിശ്വസ്തനാണ് നമ്മുടെ ജീവിതത്തിൽ. കാരണം നമ്മുടെ ജീവിതത്തിൽ നമ്മെ ഒരു നാളും തള്ളിക്കളയാത്ത ദൈവം, നമ്മെ ഒരു നാളും ഉപേക്ഷിക്കാത്ത ദൈവം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ നമുക്ക് വീണ്ടും ഒരു ഉറപ്പ് വരുവാനിടയെത്തീർന്നു. എന്തുകൊണ്ടാണ് ഈ അനുഭവം? ഒരുപക്ഷേ ആ ആശുപത്രിയുടെ അകത്ത് അനേകർ യേശുവിനെ കണ്ടെത്തുവാൻ എനിക്കിനി 3 ദിവസം കൂടി എൻ്റെ ഡ്രസ്സിങ്ങിന് കടന്നു പോകണം. ഓരോ പ്രാവശ്യവും എൻ്റെ തല ഡ്രസ്സ് ചെയ്യുന്നത് പല വ്യക്തികളായിരിക്കും. അവരുമായി സുവിശേഷം പറയുവാനുള്ളൊരു മുഖാന്തരമായി ഞാനിത് ഏറ്റെടുക്കുന്നു. കാരണം എല്ലാം 3 ദിവസം കൂടി അങ്ങനെ കുറച്ച് നാളുകൾ തലയുടെ വിഷയവുമായി കടന്നു പോകുമ്പോൾ അതെൻ്റെ ജീവിതത്തിൽ അനേകരോട്, കാരണം എനിക്കതല്ലാതെ ആ ഹോസ്പിറ്റലിൻ്റെ അകത്ത്, ആശുപത്രി അകത്ത് വചനം പറയുവാനായി കയറി ചെല്ലുവാൻ സാധ്യതയില്ലാത്ത സ്ഥാനത്ത് വചനം പറയുവാനുള്ള ഒരു മുഖാന്തരമായി പരിശുദ്ധാത്മാവ് ഒരുക്കിയ ഒരു അവസരമായി ഞാനിതിനെ കണക്കാക്കുന്നു. കാരണം നമ്മുടെ ജീവിതത്തിൽ നമുക്കറിയാം, തന്നെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. നമുക്ക് ദൈവം നൽകുന്നതായ അവസരങ്ങൾ, അവൻ്റെ രക്ഷയെക്കുറിച്ച് പറയുവാൻ തക്കവണ്ണം നമ്മെ ദീർഘായുസ് കൊണ്ട് തൃപ്തി വരുത്തുന്ന ദൈവം അവൻ്റെ രക്ഷയെ നമുക്ക് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം, നമ്മുടെ ജീവിതത്തിൽ നമ്മെ രക്ഷിച്ച ദൈവം അതുപോലെ ആ രക്ഷ മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കുന്ന വിധങ്ങൾക്കായി ദൈവത്തെ നമുക്ക് സ്തുതിക്കാം, ദൈവത്തിനെ മഹത്വപ്പെടുത്താം. കാരണം നമുക്കിവിടെ കാണുവാൻ സാധിക്കും, ഇവിടെ ദൈവവചനം പറയുന്നു, അവൻ എന്നെ വിളിച്ച് അപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരം അരുളും, കഷ്ടകാലത്ത് ഞാൻ അവനോടുകൂടെ ഇരിക്കും, ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. ഈ ജീവിതാനുഭവമാണ്. കാരണം ഇപ്പോൾ ഞാനിരിക്കുന്ന അവസ്ഥയിൽ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു, എപ്പോൾ ഞാൻ വിളിച്ചാലും ഉത്തരവുമായി നിൽക്കുന്ന ഒരു ദൈവം, എപ്പോൾ ഞാൻ വിളിച്ചാലും സംസാരിക്കുന്ന ഒരു ദൈവം, ദൈവശബ്ദം കേൾക്കുവാൻ, അതുപോലെ ദൈവമുഖം അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവില്ല, ഒരു നന്മയ്ക്കും
ഒന്നിനും കുറവില്ല എന്ന് പറയുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ ഒരു തീച്ചൂളയായിരിക്കാം, ഒരുപക്ഷെ ഒരു പെരുവെള്ളത്തിൻ്റെ അവസ്ഥയായിരിക്കാം. എന്നാൽ ആ പെരുവെള്ളം നമ്മെ മുക്കിക്കളയുവാനോ ആ തീച്ചൂള നമ്മെ ദഹിപ്പിച്ച് കളയുവാനോ ഇടവരാതെ വണ്ണം ദൈവം നമ്മെ സൂക്ഷിക്കുന്ന ദൈവമാണ്. ദൈവം നമ്മെ പരിപാലിക്കുന്ന ദൈവമാണ്. ദൈവത്തിൻ്റെ വഴികൾ എത്ര ശ്രേഷ്ഠകരമാണ്. കാരണം ഏത് സമയവും നമ്മുടെ ജീവിതത്തിൽ 91 സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ നമുക്കറിയാം, ഈ 91 സങ്കീർത്തനം നമുക്കെല്ലാം സുപരിചിതമായ സങ്കീർത്തനമാണ്. ആ സങ്കീർത്തനത്തിൽ അത്യുന്നതൻ്റെ മറവിൽ വസിക്കുക. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും അത്യുന്നതൻ്റെ മറവിൽ വസിച്ചതുകൊണ്ടാണ് ഇങ്ങനെയുള്ളൊരു വലിയ പ്രതിസന്ധിയിൽ ദൈവത്തിൻ്റെ പദ്ധതി പൂർത്തീകരിക്കപ്പെടണം. ദൈവിക ദർശനമുണ്ട്. ഒന്നെനിക്കറിയാമായിരുന്നു, ആ ടയറുകളുടെ അടിയിൽ നിന്നും ഉരുണ്ടു മാറുന്ന സമയത്ത് ഞാൻ എൻ്റെ ദർശനമാണ് കണ്ടത്. കാരണം ആ ദർശനത്തിൽ ദൈവം എന്നെ വിടുവിക്കുന്ന ദൈവിക ദർശനം. കാരണം അനേകർ ക്രിസ്തുവിനെ രുചിച്ചറിയുവാൻ തക്കവണ്ണം, അനേകർ ക്രിസ്തുവിലേക്ക് കടന്നു വരുവാൻ ഒരു വലിയ കൂട്ടം ഭീതിയോടെ എൻ്റെ ചുറ്റും കൂടിയപ്പോൾ, വലിയൊരു കൂട്ടം നെടുവീർപ്പോടെ എൻ്റെ ചുറ്റും നിന്നപ്പോൾ അവരുടെ മുഖത്ത് സന്തോഷത്തോടെ, രക്തം വാർന്നൊഴുകുന്ന മുഖമായിരുന്നെങ്കിലും ഞാൻ സന്തോഷത്തോടെ ഒരു കാര്യം പറഞ്ഞു: സർവശക്തനായ ദൈവം, ആ ദൈവത്തെ സ്വർഗത്തിലേക്ക് എൻ്റെ കണ്ണുകളെ ഉയർത്തി യേശു ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുവാനുള്ളൊരു അവസരം എൻ്റെ ജീവിതത്തിൽ ലഭിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഒരുപക്ഷെ അതല്ലായിരുന്നുവെങ്കിൽ ഒരു പൊതുവേദിയിൽ, പബ്ലിക്കിൽ ഇവിടെ നിന്ന് അങ്ങനെ യേശുവിനെ ഉയർത്തുവാൻ ഒരിക്കലും സാധ്യതയില്ല. കാരണം നമുക്കൊരിക്കലും ഇവിടെ അവസരങ്ങളില്ല. എന്നാൽ ഓരോ അവസരവും ദൈവം നല്ലതിനാക്കി തീർത്തുവെന്ന് എനിക്ക് പറയുവാൻ സാധിക്കും. കാരണം നാം അത്യുന്നതിൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ നിഴലിന് കീഴിൽ പാർക്കുകയും ചെയ്യുന്നതുകൊണ്ട് നമുക്ക് യഹോവയെക്കുറിച്ച് അവനെൻ്റെ സങ്കേതവും കോട്ടയും, ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവം എന്ന് പറയുവാൻ, എൻ്റെ സങ്കേതം, അവനാണ് എൻ്റെ സങ്കേതം, അവനാണ് എൻ്റെ കോട്ടയെന്ന് പറയുവാൻ തക്കവണ്ണം അവർ നെടുവീർപ്പോടെ, അവരുടെ ഭീതിയുള്ള കണ്ണുകളാണ് ഞാൻ എല്ലാ കണ്ണുകളും കണ്ടത്. വലിയ ഭീതിയുള്ള കണ്ണുകൾ. രക്ഷപ്പെട്ടെന്ന് മാത്രമുള്ള അവരുടെ മന്ത്രിക്കുന്ന ശബ്ദം, വളരെ ചെറിയ ശബ്ദത്തിൽ രക്ഷപ്പെട്ടല്ലോ എന്ന് പഞ്ചാബിയിൽ അവർ പറയുന്നതായ ആ ശബ്ദം മാത്രം ഞാൻ കേൾക്കുവാനിടയായി തീർന്നു. ഭീതിയോടെ അവർ നോക്കുന്ന ഒരു കാഴ്ച. നമുക്കകത്ത് ഭീതിയില്ല, നമുക്ക് പുറത്തും ഭീതിയില്ല. നാം വളരെ വ്യത്യസ്തരായി ജീവിക്കുവാൻ തക്കവണ്ണം വിളിക്കപ്പെട്ട ഒരു കൂട്ടമായി, നാം മറ്റുള്ളവർക്ക് ഒരു പ്രകാശമായി തീരുവാൻ, നമ്മളിൽ ചില വ്യത്യസ്തതകൾ മറ്റുള്ളവർ കാണുവാൻ തക്കവണ്ണം അവൻ നിന്നെ വേട്ടക്കാരൻ്റെ കണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. നമുക്കറിയാം, വേട്ടയാടുന്ന പിശാച് ഏത് സമയത്തും തീയമ്പുകളുമായി നിൽക്കുന്നതായ പിശാച്. എന്നാൽ അവൻ്റെ തീയമ്പുകളെ കെടുത്തിക്കളയുവാൻ തക്കവണ്ണമുള്ള ഒരു വിശ്വാസം എന്ന പരിച ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. ആ പരിച, വിശ്വാസം എന്ന പരിചയും, അതുപോലെ നമുക്കറിയാം തൻ്റെ തൂവലുകൾ കൊണ്ട് അവൻ നമ്മെ മറയ്ക്കുന്ന ദൈവം. ഒരു പക്ഷിക്കുഞ്ഞിന് പ്രതികൂലം ഇല്ലയോ? അത് ഉണ്ട്, പ്രതികൂലമുണ്ട്. അപകടം ഇല്ലയോ? അപകടങ്ങൾ ഉണ്ട്. എന്നാൽ നമ്മെ മറയ്ക്കുന്ന ഒരു ദൈവം, നമ്മെ സൂക്ഷിക്കുന്ന ദൈവം. അവൻ്റെ ചിറകിൻ കീഴിൽ നീ ശരണം പ്രാപിക്കും. അവൻ്റെ വിശ്വസ്തത നിനക്ക് പരിചയം പലകയുമാകുന്നു. നമുക്കറിയാം, നമ്മുടെ ദൈവത്തിൻ്റെ വിശ്വസ്തത. നാം വിശ്വസ്തയോടെ കർത്താവിനെ സേവിക്കുമ്പോൾ, നാം വിശുദ്ധിയോടെ, നിർമ്മലതയോടെ, സത്യസന്ധതയോടെ, ഭയത്തോടെ അവനെ പിൻപറ്റുമ്പോൾ, അവൻ്റെ വിശ്വസ്തത നമുക്കും വിശ്വസ്തതയായി, നമുക്ക് പരിചയമായി, നമുക്കിവിടെ അറിയുന്നു, പരിചയം പലകയുമായി അവൻ്റെ വിശ്വസ്തത. വളരെ എനിക്കെൻ്റെ ജീവിതത്തിൻ്റെ ഇപ്പോഴുള്ള അനുഭവത്തിൽ 3 ദിവസം മുമ്പ് സംഭവിച്ചതായ ഈ വലിയൊരു അപകടം. എന്നാൽ എനിക്ക് പറയുവാൻ സാധിക്കുന്നു, ദൈവം എത്ര വിശ്വസ്തനായ ദൈവമാണ്. ദൈവം എത്ര വിശ്വസ്തനാണ്. ദൈവത്തിൻ്റെ ആ രാത്രിയിലെ ഭയത്തെയും, പകൽ പറക്കുന്ന അസ്ത്രത്തെയും, ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും, ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല. നമ്മുടെ ജീവിതത്തിൽ ഭയപ്പെടുവാൻ തക്കവണ്ണം ഒന്നുമില്ല. നമ്മുടെ ജീവിതത്തിൽ പേടിപ്പാൻ ഒന്നുമില്ല. കാരണം എല്ലാ സംഹാരത്തെയും, എല്ലാ മഹാമാരിയെയും, ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരി, ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരം, ഉച്ച കഴിഞ്ഞ സമയമാണ് ഇത് സംഭവിക്കുന്നത്. എന്നാൽ അതിനൊന്നും പേടിപ്പാൻ നമുക്കില്ല. നമ്മെ സൂക്ഷിക്കുന്ന ദൈവം, നമ്മുടെ ദൈവം എത്ര വിശ്വസ്തനാണ്. അവൻ്റെ ദൈവജനത്തെ നമുക്ക് കാണുന്ന, നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലത്ത് ഭാഗത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്തു വരികയില്ല. അതേ സ്ഥലത്ത് പല പ്രാവശ്യം 2 കാല് മുറിഞ്ഞുപോയി, അതുപോലെ ശരീരം മുഴുവൻ തകർക്കപ്പെട്ട അനേക ശരീരങ്ങൾ വീണ് കിടക്കുന്ന അവസ്ഥകൾ എൻ്റെ സ്വന്തം കണ്ണുകൾ കൊണ്ട് ഞങ്ങൾ കുടുംബമായി പോകുന്ന സമയത്തും പല അപകടങ്ങൾ അതേ സ്ഥാനത്ത് വരുന്നത് കാണാറുണ്ട്. കാരണം അവിടെ ഏറ്റവും
പ്രതികൂലമുള്ളൊരു സാഹചര്യമുള്ള അന്യാരാധനയുടെ ശക്തികളുള്ള വലിയ ഒരു പൊതുവേദി ആയതുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല, മറിച്ച് അതുപോലുള്ള വലിയ പ്രതിസന്ധികളുള്ള ഒരു സ്ഥലമാണ് അവിടെ. എന്നാൽ അവിടെ പലപ്പോഴും മരണത്തിൽ നിന്ന് രക്ഷപ്പെടാതെ വണ്ണം ജനം മരിച്ചു വീഴുന്ന അവസ്ഥകൾ പലപ്പോഴും കാണാറുണ്ട്. എന്നാൽ തൻ്റെ ഭക്തന്മാർക്ക് ചുറ്റും പരിചയമായി പാളയമിറങ്ങിയിരിക്കുന്ന ദൈവത്തിൻ്റെ വിശ്വസ്തത നിന്റെ കണ്ണുകൊണ്ട് തന്നെ നീ നോക്കി ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം കാണും. യഹോവേ, നീ എൻ്റെ സങ്കേതമാകുന്നു, നീ അത്യുന്നതനെ നിന്റെ വാസസ്ഥലമാക്കി ഇരിക്കുന്നു. നമ്മുടെ വാസസ്ഥലം നമ്മുടെ സർവശക്തനായ ദൈവമാണ്. നമുക്കറിയാം, നമ്മുടെ അത്യുന്നതനായ ദൈവം നമ്മുടെ വാസസ്ഥലമാണ്. നമുക്ക് വസിക്കുവാൻ തക്കവണ്ണം നമ്മെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ഒരു മറയായി നമുക്ക് ചുറ്റുമായിരിക്കുന്ന ദൈവം, നമ്മെ സൂക്ഷിക്കുന്നവൻ. ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല. അതുകൊണ്ടാണല്ലോ ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കുകയില്ല. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നമുക്ക് കൽപ്പിച്ച് ആക്കുന്ന ദൈവത്തിൻ്റെ ദൂതന്മാർ എല്ലാ വഴികളിലും ഞാൻ വിശ്രമിക്കാതെ, കാരണം വെളുപ്പിന് ഞങ്ങൾ കടന്നുപോയി ഇവിടെ നിന്ന്, അത് കഴിഞ്ഞ് വിശ്രമിക്കാതെ തുടർമാനമായി കടന്നു പോകേണ്ടതാണ്. എന്നാൽ ദൈവം എത്ര വിശ്വസ്തനായ ദൈവമാണ്. എന്താ പറയുക, ദൈവത്തിൻ്റെ വചനം നിൻ്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതെ അവൻ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. യേശു ക്രിസ്തുവിൻ്റെ ഈ ഭൂമിയിലെ ജീവിതാനുഭവത്തെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. 40 ദിവസം രാത്രിയും പകലും 40 ദിവസം യേശു ക്രിസ്തു ഉപവസിച്ചു, പ്രവർത്തിച്ചു, പരീക്ഷിക്കപ്പെട്ടു. പരീക്ഷകൻ അടുത്തു വന്നു. എന്നാൽ വചനത്താൽ അവൻ പരീക്ഷകനെ ജയിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൽ അനവിധമായ പ്രതിസന്ധികളുണ്ട്, അനവിധമായ പ്രതികൂലങ്ങളുണ്ട്. അസഹനീയമായ വേദനയുടെ മധ്യത്തിലും പ്രതികൂലത്തിൻ്റെ മധ്യത്തിലും എൻ്റെ മുൻപിൽ തെളിഞ്ഞു നിന്നത് ദൈവത്തിൻ്റെ വചനമായിരുന്നു. പ്രകാശിക്കുന്ന വചനം എൻ്റെ ശരീരാത്മദേഹികളിൽ ശക്തിപ്പെടുത്തുവാൻ തക്കവണ്ണം, എൻ്റെ നിർബലമായ ശരീരത്തെ അത് ശക്തിപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ നാം കടന്നു പോകുന്ന വഴികളിൽ ഒരുപക്ഷെ നമ്മുടെ ശരീരം ക്ഷീണിച്ചു പോയാലും നമ്മുടെ മനസ്സ് തളർന്നു പോകുവാൻ ഇടവരാതെ വണ്ണം നമ്മുടെ ആത്മാവിൽ നാം ശക്തിപ്പെടുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കുന്നു. സിംഹത്തിന്മേലും അണലിമേലും നീ ചവിട്ടും, ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിച്ചു കളയും. നമ്മുടെ മേൽ നൽകപ്പെട്ടിരിക്കുന്ന ദൈവിക അധികാരം നമുക്കറിയാം. നമ്മെ തകർക്കുവാൻ തക്കവണ്ണമുള്ള ശത്രുവിൻ്റെ പദ്ധതികളെ തകർക്കുവാനുള്ള ദൈവിക അധികാരം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. അതുകൊണ്ട് നാം ഉറച്ചു നിന്നിട്ടുണ്ടെങ്കിൽ, ദൈവത്തിന് വേണ്ടി ഉറച്ചു നിന്നാൽ, ദൈവം നോക്കുന്നത് ഒരു കൂട്ടത്തെയല്ല, മറിച്ച് വ്യക്തിപരമായി നാം ഉറപ്പോടെ ധൈര്യത്തോടെ ശക്തിപ്പെട്ട് നമ്മെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ദൈവിക അധികാരമുണ്ട്. അധികാരത്തെ നാം വളരുവാൻ തക്കവണ്ണം നാം ആത്മാവിൽ എപ്പോഴും പ്രാർത്ഥിച്ച് ദൈവമായിട്ടുള്ള കണക്ഷനിൽ എപ്പോഴും നാം ദൈവത്തെ ആരാധിച്ച് സ്തുതിച്ചുകൊണ്ട് ദൈവത്തിന് നന്ദി കരയറ്റിക്കൊണ്ട് ദൈവിക പദ്ധതികളെ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുന്നുവെങ്കിൽ ദൈവം എത്ര വിശ്വസ്തനാണ്. അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും. ഇവിടെ എഴുതിയിരിക്കുന്നു, അവൻ എന്നോട് പറ്റിയിരിക്കുക. നാം ഏത് സമയത്തും ദൈവമായി പറ്റിയിരിക്കുന്ന അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നു. അവൻ എന്നെ വിളിക്കും, അവൻ എൻ്റെ നാമത്തെ അറിയാൽ ഞാൻ അവനെ ഉയർത്തും. ദൈവത്തോട് നാം പറ്റിയിരിക്കുവാൻ തക്കവണ്ണമുള്ളൊരു ഭാഗ്യം നമ്മുടെ ജീവിതത്തിൽ ലഭിച്ചല്ലോ. നാം പാപികളായിരുന്നപ്പോൾ നമുക്ക് യേശുവുമായി പറ്റിയിരിക്കുവാൻ സാധ്യതയില്ലായിരുന്നു. എന്നാൽ യേശുവിൻ്റെ രക്തത്താൽ യേശുവുമായി പറ്റിയിരിക്കുവാൻ, യേശുവിൻ്റെ രക്തത്താൽ നാം വിശുദ്ധീകരിക്കപ്പെടുവാൻ, യേശുവിൻ്റെ രക്തത്താൽ നാം കഴുകപ്പെടുവാൻ, നമ്മുടെ പാപം മാറിയതുകൊണ്ടാണ് യേശുവുമായി പറ്റിയിരിക്കുവാൻ, സർവശക്തനുമായി പറ്റിയിരിക്കുവാനുള്ളൊരു ഭാഗ്യം, അവനുമായി വസിക്കുവാനുള്ളൊരു ഭാഗ്യം നമ്മുടെ ജീവിതത്തിൽ ലഭിച്ചിരിക്കുന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ പ്രതിസന്ധികളുടെ മധ്യത്തിൽ നമുക്ക് പറ്റിയിരിക്കുവാൻ, ദൈവമായി പറ്റിയിരിക്കുവാൻ തക്കവണ്ണമുള്ളൊരു ഭാഗ്യം നമുക്ക് ലഭിച്ചല്ലോ. എൻ്റെ ജീവിതത്തിലും വലിയ പ്രതിസന്ധി കഴിഞ്ഞ ദിവസം കടന്നു വന്നപ്പോഴും ആ യേശുവിനെയാണ്. കാരണം ഞാൻ തെറിച്ച് വീഴുന്ന സമയത്തും എന്താ പറയുക, എൻ്റെ തല പൊട്ടി രക്തം വാർന്നൊഴുകുന്ന സമയത്തും ഞാൻ യേശുവിനെയാണ് കണ്ടത്, ദൈവവചനത്തെയാണ് കണ്ടത്, പരിചയമായി നിൽക്കുന്ന, സങ്കേതമായി നിൽക്കുന്ന ദൈവത്തെയാണ് കണ്ടത്. ചുറ്റുമുള്ള ആൾക്കൂട്ടത്തെ ഞാൻ കണ്ടില്ല, ചുറ്റുമുള്ള വലിയ ജനക്കൂട്ടത്തെ ഞാൻ കണ്ടില്ല. മറിച്ച് കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് ഞാൻ അവരെല്ലാം കാണുന്നത്. മറിച്ച് ഞാൻ കണ്ടത് ക്രിസ്തു യേശുവിൻ്റെ വലിയ പ്രകാശമായിരുന്നു, ദൈവത്തിൻ്റെ വലിയ ശബ്ദമായിരുന്നു ഞാൻ കേട്ടത്. മനുഷ്യരുടെ ആരവമോ മനുഷ്യരുടെ ഭയപ്പെടുത്തുന്ന ശബ്ദമോ അല്ല ഞാൻ കേട്ടത്, മറിച്ച് നെടുവീർപ്പിൻ്റെ ആരവുമല്ല കേട്ടത്. മറിച്ച് ഞാൻ കേട്ടത് ആ പ്രതിസന്ധിയുടെ മധ്യത്തിൽ എന്നെ ആശ്വസിപ്പിക്കുന്ന ദൈവശബ്ദം. എനിക്ക് നന്ദി പറ, ഞാനാണ് ഈ അത്ഭുതം ചെയ്തത് എന്നുള്ള ദൈവശബ്ദം. പിശാചിൻ്റെ പദ്ധതിയായിരുന്നു, അതിനെ ഞാൻ തകർത്തെന്നുള്ള ദൈവശബ്ദം കേൾക്കുവാനിടയായി തീർന്നു. ദൈവം വിശ്വസ്തനാണ്.
ഏത് പ്രതിസന്ധിയുടെ മധ്യത്തിലും നമ്മെ കരം പിടിച്ച് നടത്തുന്നൊരു ദൈവം, നമ്മെ വിടുവിക്കുന്ന ദൈവം. അവൻ എന്നെ വിളിച്ച് അപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമരുളും. കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടിയിരിക്കും, ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. ഇവിടെ കാണുവാൻ സാധിക്കുന്നു, നമുക്ക് അവനെ വിളിച്ച് ഏത് സമയത്തും അപേക്ഷിക്കാം. കൃപാസനത്തിനടുത്തോട്ട് ഏത് സമയത്തും ധൈര്യത്തോടെ കടന്നു ചെല്ലുവാൻ തക്കവണ്ണം, കൃപാസനത്തിനടുത്തോട്ട് ചെല്ലുവാൻ തക്കവണ്ണമുള്ളൊരു ഭാഗ്യ പദവി ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയിരിക്കുന്നു. നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു, അവനെന്നെ വിളിച്ച് അപേക്ഷിക്കും. നാം ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കുവാൻ തക്കവണ്ണം ഒരു സമയകാലമില്ല. ഏത് സമയത്തും, ഏത് പ്രതിസന്ധിയിലും, ഏത് നല്ല കാലത്തും, ഏത് ആകാത്ത കാലത്തും, ഏത് സമയത്തും ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവാൻ ഞാൻ അവന് ഉത്തരമരുളും. കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെ ഇരിക്കും, ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. കഷ്ടകാലത്ത് നമ്മോട് കൂടെ ചേർന്നിരിക്കുന്ന ദൈവം, അങ്ങനെ ആ കഷ്ടതയിൽ നമ്മെ വിടുവിക്കുന്ന ദൈവം നമ്മെ വചനം പറയുന്നു, ദീർഘായുസ് കൊണ്ട് ഞാൻ അവന് തൃപ്തി വരുത്തും, എൻ്റെ രക്ഷയെ അവന് കാണിച്ചു കൊടുക്കും. നമ്മെ ദീർഘായുസ് കൊണ്ട്, നമ്മുടെ ജീവിതത്തിൽ എത്ര ആയുസ്സാണ് ദൈവം നമുക്ക് വെച്ചിരിക്കുന്നത്, ആ ആയുസ് ദൈവം നമ്മെ, ആ ആയുസ് ദൈവം വെച്ചിരിക്കുന്ന കാലം, ആ ഓട്ടം തികയ്ക്കുവാൻ തക്കവണ്ണം, അല്ലെങ്കിൽ ആ ദൈവം വെച്ചിരിക്കുന്നതായ ആ സമയം നാം പൂർത്തീകരിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കുന്ന ദൈവമാണ്. നമ്മുടെ ആയുസ്സിനെ മറ്റൊരുത്തൻ്റെ കരത്തിൽ കൊടുക്കാതെ വണ്ണം നമുക്ക് ലഭിച്ചിരിക്കുന്ന ആയുസ്സും ആരോഗ്യവും ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുവാൻ തക്കവണ്ണം, ദൈവത്തിന് വേണ്ടി കർത്താവിൻ്റെ സാക്ഷികളായി നമുക്ക് ജീവിക്കുവാൻ തക്കവണ്ണം നമുക്ക് ദൈവം കൃപ ചെയ്യുന്നതിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കാരണം നമുക്ക് ലഭിച്ചിരിക്കുന്ന ഓരോ ആയുസ്സും ദൈവത്തിൻ്റെ പദ്ധതികളാണ്, ദൈവത്തിൻ്റെ ഹിതമാണ്, ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. ദൈവത്തിൻ്റെ ഹിതമല്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. നമുക്ക് പലപ്പോഴും ഒരുപക്ഷെ നമ്മുടെ സ്വന്തം ഈ ശരീരത്തിൻ്റെ കണ്ണുകൊണ്ട് കാണുവാൻ സാധിക്കാത്ത പല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. എന്നാൽ നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു, നാം ഒരു വാക്യം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. 2 രാജാക്കന്മാർ 6-ാം അധ്യായത്തിൻ്റെ 15 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ ദൈവപുരുഷൻ്റെ ബാല്യക്കാരൻ രാവിലെ എഴുന്നേറ്റു, പുറത്തിറങ്ങിയപ്പോൾ ഒരു സൈന്യം കുതിരകളും രഥങ്ങളുമായി പട്ടണം വളഞ്ഞിരിക്കുന്നത് കണ്ടു. ബാല്യക്കാരൻ അവനോട്, അയ്യോ യജമാനനെ, നാം എന്തു ചെയ്യുമെന്ന് പറഞ്ഞു. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പല പ്രതിസന്ധികൾ, അയ്യോ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ആ ചോദ്യമാണ് നമുക്കിവിടെ കാണുന്നു. അയ്യോ യജമാനനെ, നാം എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു. കാരണം ആ വലിയൊരു ഇടിയിൽ, അല്ലെങ്കിൽ ആ കാർ വന്ന് വലിയ ശക്തിയോടെ ഇടിച്ച് എന്നെ തെറിപ്പിക്കുന്ന സമയത്ത് അയ്യോ യജമാനനെ ഞാൻ എന്ത് ചെയ്യുമെന്നുള്ള ചോദ്യമല്ല എൻ്റെ വായിൽ വന്നത്, മറിച്ച് ഞാൻ ദൈവത്തിന് സ്തുതി കരയറ്റുവാൻ തക്കവണ്ണം. കാരണം എപ്രകാരം ഞാൻ എങ്ങനെ, എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ. കാരണം എൻ്റെ പ്രായമനുസരിച്ചോ അല്ലെങ്കിൽ എൻ്റെ ശക്തി അനുസരിച്ചോ എൻ്റെ കഴിവനുസരിച്ചോ എനിക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. കാരണം എൻ്റെ തലയിലേക്ക് കയറുവാൻ പോകുന്ന പല ചക്രങ്ങളെയാണ് ഞാൻ കാണുന്നത്, കാറുകളുടെ ചക്രങ്ങൾ. എന്നാൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു, അതിന് അവൻ പേടിക്കേണ്ട, നമ്മോട് കൂടെയുള്ളവൻ അവരോട് കൂടെ ഉള്ളവരെക്കാൾ അധികം എന്ന് പറഞ്ഞു. നോക്കൂ, നമുക്കിവിടെ കാണുവാൻ സാധിക്കുകയാണ്, അവൻ പറയുകയാണ് പേടിക്കേണ്ട, നമ്മോട് കൂടെ ഉള്ളവൻ, നമ്മോട് കൂടെയുള്ളവർ അവരോട് കൂടെ ഉള്ളവരെക്കാൾ അധികം എന്ന് പറഞ്ഞു. ഒന്നും കാണുന്നില്ല വാരിക്കാരൻ, പക്ഷേ ദൈവപുരുഷൻ പറയുകയാണ്, നമ്മോട് കൂടെയുള്ളവർ അവരോട് കൂടെയുള്ളവരെക്കാൾ അധികം എന്ന് പറഞ്ഞു. എന്നാൽ ബാല്യക്കാരൻ കാണുന്നത് വെറും ഒരു യജമാനൻ, ഒരു ദൈവപുരുഷൻ മാത്രമേ അവിടെയുള്ളൂ, വേറെ ആരുമില്ല. എന്നാൽ നമുക്ക് കാണാൻ സാധിക്കുന്നു, പിന്നെ എലീശ പ്രാർത്ഥിച്ചു. ഒരുപക്ഷെ ഭയചകിതനായി നിൽക്കുന്ന ബാല്യക്കാരൻ്റെ ആ മുഖം കണ്ടിട്ടായിരിക്കാം എലീശ പ്രാർത്ഥിച്ചത്. യഹോവേ, ഇവൻ കാണത്തക്കവണ്ണം ഇവൻ്റെ കണ്ണ് തുറക്കണമേ എന്ന് പറഞ്ഞു. യഹോവ ബാല്യക്കാരൻ്റെ കണ്ണ് തുറന്നു. എലീശയുടെ ചുറ്റും അഗ്നിമയമായ കുതിരകളും രഥങ്ങളും കൊണ്ട് മല നിറഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു. നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്ന, ബാല്യക്കാരൻ കണ്ണു തുറക്കുമ്പോൾ ആർക്കെതിരെയാണ് ശത്രു പദ്ധതി ഒരുക്കി, ആരെയാണ് തകർക്കുവാൻ ശത്രു ആഗ്രഹിക്കുന്നത്, ആ വ്യക്തിയുടെ ചുറ്റും യഹോവേ, ഇവൻ കാണേണ്ടതിന് ഇവൻ്റെ കണ്ണ് തുറക്കണമേ എന്ന് പറഞ്ഞപ്പോൾ യഹോവ ബാല്യക്കാരൻ്റെ കണ്ണ് തുറന്നു. നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു, എലീശയുടെ ചുറ്റും
ആ ബാലിക്കാരൻ്റെ ചുറ്റുമല്ല. കാരണം ബാലിക്കാരന് ശത്രുവിന് താല്പര്യമില്ല, ബാലിക്കാരനെ ശത്രുവിന് വേണ്ട. മറിച്ച് ശത്രുവിന് വേണ്ടത് ആരെയായിരുന്നു? എലീശയായിരുന്നു ശത്രുവിന് വേണ്ടത്. എന്നാൽ ആ എലീശയ്ക്ക് ചുറ്റും അഗ്നിമയമായ കുതിരകളും രഥങ്ങളും കൊണ്ട് മല നിറഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു. അവർ അവൻ്റെ അടുക്കൽ വന്നപ്പോൾ എലീശ യഹോവയോട് പ്രാർത്ഥിച്ചു, ഈ ജാതിയെ അന്ധത പിടിപ്പിക്കണമെന്ന് പറഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഒരു വലിയ ഒരു വിടുതലാണ് ഇവിടെ നടക്കുന്നത്. കാരണം ആർക്കെതിരായിട്ടാണ് ശത്രു നിൽക്കുന്നത്? അവർക്ക് ചുറ്റുമായി ദൈവത്തിൻ്റെ വലിയ രഥങ്ങൾ, കുതിരകൾ, അല്ലെങ്കിൽ അഗ്നിരഥങ്ങൾ, അഗ്നിമയമായ ആ രഥങ്ങളും കുതിരകളും ദൈവം ഇറക്കുന്ന ഒരവസ്ഥ. നമ്മുടെ ജീവിതത്തിൽ നാം ദൈവത്തിന് വേണ്ടി നിൽക്കുമ്പോൾ, ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുമ്പോൾ നമുക്കെതിരായി ശത്രുവിൻ്റെ പല പദ്ധതികളുണ്ടാകും. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ 4 ചുറ്റും എല്ലാ സമയത്തും ഒരു 100 കണക്കിന് മന്ത്രവാദികളുടെ തീയമ്പുകൾ ഞങ്ങൾക്കെതിരായി വരാറുണ്ട്. നമ്മളെപ്പോഴെല്ലാം പ്രാർത്ഥിക്കുമ്പോഴും നമ്മുടെ സഭയ്ക്കകത്തും കടന്നു വരുന്ന അനേക മന്ത്രവാദികളുണ്ട്. രക്ഷയുടെ അനുഭവത്തിൽ കടന്നു വന്ന മന്ത്രവാദികൾ, അതല്ലാതെ പുതുതായി കടന്നു വരുന്നവർ, മന്ത്രവാദം പ്രയോഗിക്കുവാൻ വരുന്നവർ, പലതരത്തിലുള്ളവരുണ്ട്. എന്നാൽ അതിൻ്റെ മധ്യത്തിലെല്ലാം നമുക്ക് പറയുവാനുള്ളത്, അവരുടെ കണ്ണ് തുറക്കുമ്പോൾ അവർ കാണുന്നത്, അല്ലെങ്കിൽ എലീശയുടെ ചുറ്റും അഗ്നിമയമായ കുതിരകളും രഥങ്ങളും കൊണ്ട് മല നിറഞ്ഞിരിക്കുന്നതാണ് ബാലിക്കാരൻ കണ്ടത്. വെറും ഒരു ചെറിയൊരു കൂട്ടമല്ല, മറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കുന്നു ഒരു വലിയ കൂട്ടം കൊണ്ട് ദൈവം സുരക്ഷിതത്വം നൽകുന്ന ഒരു ദൈവം, ദൈവം സംരക്ഷിക്കുന്ന ഒരു ദൈവം, ദൈവം നമ്മെ വിടുവിക്കുന്ന ദൈവമാണ്, ദൈവം നമ്മെ സഹായിക്കുന്ന ദൈവം. പലപ്പോഴും പ്രതിസന്ധികളുടെ മധ്യത്തിൽ നാം പലപ്പോഴും ചിന്തിക്കും, ദൈവമേ എപ്രകാരമാണ് ഈ വിടുതൽ നടക്കുന്നത്, ഇപ്രകാരം ഒരു പ്രതിസന്ധിയിൽ നിന്നും പുറത്തു വരുവാൻ സാധിക്കുന്നു. എന്നാൽ നമ്മുടെ പ്രതിസന്ധികളിൽ നമ്മെ സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്, നമ്മുടെ പ്രതിസന്ധികളിൽ നമ്മെ കാത്തു പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവം നമ്മെ കാക്കുന്ന ദൈവമാണ്, ദൈവം നമ്മെ പരിപാലിക്കുന്ന ദൈവമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ പ്രതിസന്ധികളിലും നമുക്ക് എപ്പോഴും പറയുവാൻ സാധിക്കുന്ന ഒരു കാര്യമുള്ളത്, നമ്മുടെ ജീവിതത്തിൽ ദൈവം വിശ്വസ്തനാണ്, ദൈവം നമ്മെ കൈവിടാത്ത ദൈവമാണ്, ദൈവം നമ്മെ ഉപേക്ഷിക്കാത്ത ദൈവമാണ്, ദൈവം നമ്മെ കരം പിടിച്ച് നയിക്കുന്ന ദൈവമാണ്. ഏത് പ്രതിസന്ധികളിലും നമ്മെ കരം പിടിച്ച് നമ്മെ വിശ്വസ്തയോടെ അവൻ നമ്മെ കരം പിടിച്ച് നയിക്കുവാൻ തക്കവണ്ണം വിശ്വസ്തനായ ദൈവമാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് ആശ്രയിക്കുവാൻ തക്കവണ്ണം, എപ്പോഴും സ്തുതിക്കുവാൻ, എപ്പോഴും മഹത്വപ്പെടുത്തുവാൻ, എപ്പോഴും ദൈവത്തിന് നന്ദി കരയേറ്റുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും സാധിക്കുന്ന ഒരു കാര്യം, ദൈവം വിശ്വസ്തൻ, ദൈവം നീതിമാൻ. അവൻ നമ്മുടെ ജീവിതത്തിൽ വിശ്വസ്തയോടെ കരം പിടിച്ച് നയിക്കുന്ന ദൈവമാണ്. നമുക്കിവിടെ വെളിപ്പാട് പുസ്തകത്തിലേക്ക് നാം വരുമ്പോൾ നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു, അതിൻ്റെ 11-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിലേക്ക്, 7-ാമത്തെ ദൂതൻ ഊതിയപ്പോൾ ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും അവൻ്റെ ക്രിസ്തുവിനും ആയിത്തീർന്നിരിക്കുന്നു, അവൻ എന്നേക്കും വാഴും എന്ന സ്വർഗത്തിൽ ഒരു മഹാഘോഷം ഉണ്ടായി. ദൈവസന്നിധിയിൽ സിംഹാസനങ്ങളിൽ ഇരിക്കുന്ന 24 മൂപ്പന്മാരും കവിണ്ണു വീണു ദൈവത്തെ നമസ്കരിച്ചു പറഞ്ഞത്, സർവശക്തിയുള്ള കർത്താവായ ദൈവമേ, ഇരിക്കുന്നവനും ഇരുന്നവനുമായുള്ളവേ, നീ മഹാശക്തി ധരിച്ച് വാഴുകയാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ജാതികൾ കോപിച്ചു, നിന്റെ കോപവും വന്നു, മരിച്ചവരെ ന്യായം വിധിപ്പാനും. നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു ക്രിസ്തു യേശുവിൻ്റെ രാജ്യത്വത്തിൻ്റെ, അതുപോലെ ക്രിസ്തു യേശുവിനെ രാജ്യത്വം, അവൻ്റെ രാജ്യത്വത്തിങ്കൽ അവന് സ്തുതി കരയേറ്റുവാൻ തക്കവണ്ണം, അവന് മഹത്വം കരയേറ്റുവാൻ തക്കവണ്ണം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. 24 മൂപ്പന്മാർ അവർക്കുള്ള സിംഹാസനത്തിൽ നിന്നും താഴെ ഇറങ്ങുവാൻ, അവർക്കുള്ള കിരീടങ്ങളെ ക്രിസ്തുവേശുവിൻ്റെ മുൻപിൽ അവർ ഇടുവാൻ തക്കവണ്ണം, തങ്ങൾ യോഗ്യരല്ല, ഇതിനെ യോഗ്യനായവൻ ഇവൻ തന്നെ എന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ. നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ സ്ഥിതിയിലും ദൈവം എത്ര വിശ്വസ്തനാണ്, യോഗ്യത. കാരണം അവൻ വിശ്വസ്തയോടെ നമ്മെ പരിപാലിക്കുന്ന ദൈവിക വിശ്വസ്തതകൾ എത്ര വലുതാണ്. കാരണം ദൈവം വിശ്വസ്തയോടെ പരിപാലിക്കുന്നതായ ദൈവത്തിൻ്റെ വിശ്വസ്തത നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ദൈവം ഓരോ ദിവസവും പരിപാലിക്കുന്നതായ ദൈവത്തിൻ്റെ വിധങ്ങൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നാം ചിന്തിക്കാം, എപ്രകാരമാണ് ദൈവത്തിൻ്റെ വിശ്വസ്തത നമ്മുടെ ജീവിതത്തിൽ എപ്രകാരമാണ് നമുക്ക് വർണ്ണിക്കുവാൻ സാധിക്കുന്നത്. പലപ്പോഴും പ്രതിസന്ധികളില്ലാത്തപ്പോൾ ഒരു പക്ഷേ നാം നമുക്ക് ചുറ്റും പാളയം ഇറങ്ങിയിരിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ
തിരിച്ചറിയാറില്ല. എന്നാൽ പ്രതിസന്ധികളുടെ മധ്യത്തിൽ നമുക്ക് വ്യക്തതയോടെ കാണുവാൻ സാധിക്കും നമ്മുടെ ചുറ്റും എത്ര ശക്തമായ ദൈവിക പാളയമാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ എത്ര വലിയ ഒരു ശക്തിയാണ് നമുക്ക് ചുറ്റും ഇറങ്ങിയിരിക്കുന്നത്. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, ഇവിടെ ദൈവത്തിൻ്റെ ഹബക്കൂക്ക് 2:14 വെള്ളം സമുദ്രത്തിൽ നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമി യഹോവയുടെ മഹത്വത്തിൻ്റെ പരിജ്ഞാനത്തിൽ പൂർണ്ണമാകും. നമുക്ക് കാണാൻ സാധിക്കുന്നു, വെള്ളം ഭൂമി നിറഞ്ഞിരിക്കുന്നത് പോലെ എപ്രകാരമാണ് ദൈവത്തിൻ്റെ മഹത്വം. ഓരോ ദിവസവും ദൈവമഹത്വം, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നാം ദൈവമഹത്വം തിരിച്ചറിയണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ നമുക്കറിയാം ദൈവം എത്ര സുരക്ഷിതമായിട്ടാണ് നമ്മെ സൂക്ഷിക്കുന്നത്, നമ്മെ പരിപാലിക്കുന്നത്. ദൈവത്തിൻ്റെ വിശ്വസ്തത എത്ര വലുതാണ്. കാരണം നാം ആ ഒരു അവസ്ഥ ഒരുപക്ഷെ എലീശയുടെ ജീവിതത്തിൽ ആ ബാലിക്കാരൻ, എലീശയ്ക്ക് അറിയാം ദൈവം എന്നെ സൂക്ഷിക്കുന്നുണ്ട്, എന്നാൽ ആ ബാലിക്കാരന് അതൊരു വെറും ഒരു സാധാരണ സംഭവമായിരുന്നു. എലീശ എപ്പോഴും ശത്രുവിൻ്റെ കരത്തിൽ നിന്നും വിടുവിക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥകൾ അതൊരു സാധാരണ സംഭവം പോലെയാണ് എലീശയുടെ ബാലിക്കാരന് അനുഭവപ്പെട്ടതെങ്കിലും എലീശയ്ക്ക് വ്യക്തതയോടെ അറിയാം തൻ്റെ ജീവിതത്തിൽ ദൈവം എത്ര വിശ്വസ്തയോടെയാണ് തന്നെ പരിപാലിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വിശ്വസ്തത അത് നമുക്ക് വർണ്ണിച്ചാൽ മതിവരാതവണ്ണം ദൈവത്തിൻ്റെ വിശ്വസ്തയോടെ ഞാൻ തിരിഞ്ഞെൻ്റെ ജീവിതത്തിലേക്ക് കടന്നു നോക്കുമ്പോൾ എൻ്റെ കൊച്ചു നാൾ മുതൽ പലവിധമായ മരണകരമായ അവസ്ഥയിൽ നിന്നും ഒരു പ്രാവശ്യം വളരെ കുഞ്ഞിലെ വെള്ളത്തിൽ ഒഴുകിപ്പോകുന്ന ഒരവസ്ഥ, അതുപോലെ അഗാധമായ ഒരു വലിയ വെള്ളത്തിലേക്ക് ഞാൻ വീണു പോകുന്ന അവസ്ഥയിൽ എന്നെ രക്ഷിച്ച മറ്റൊരു വ്യക്തി എന്നെ രക്ഷിക്കുവാൻ തക്കവണ്ണം 2 പ്രാവശ്യം വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ തക്കവണ്ണം ഒരു കൊച്ചു കുഞ്ഞായി നീന്തലൊന്നും അറിയാത്ത ഞാൻ പക്ഷേ ഒഴുകിപ്പോകുന്ന അവസ്ഥയിൽ രക്ഷപ്പെടുവാൻ തക്കവണ്ണം ഇന്ന് ആ വ്യക്തി ഇന്നൊരു പാസ്റ്ററാണ്. അദ്ദേഹം ഇപ്രകാരം പറയാറുണ്ട്, ഒരു മോശ കുഞ്ഞിനെ പോലെ ഞാൻ നിന്നെ വിടുവിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും ദൈവം നമ്മെ സൂക്ഷിക്കുന്നുണ്ട്. പലപ്പോഴും നാം അറിഞ്ഞോ അറിയാതെയോ ദൈവിക പരിപാലനം എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു, ദൈവം നമ്മെ പരിപാലിക്കുന്ന ദൈവമാണ്. ദൈവം നമ്മെ കരം പിടിച്ച് നയിക്കുന്ന ദൈവമാണ്. ദൈവം നമ്മെ ഏത് സമയത്തും നമ്മെ ഉള്ളങ്കരത്തിൽ ദൈവം നമ്മെ വഹിക്കുന്ന ദൈവമാണ്. ദൈവത്തിൻ്റെ വിശ്വസ്തത വളരെ വലുതാണ് നമ്മുടെ ജീവിതത്തിൽ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധിയുടെ മധ്യത്തിലും ദൈവത്തിന് സ്തുതി കരയറ്റുവാൻ തക്കവണ്ണം, ദൈവത്തിന് മഹത്വം കരയറ്റുവാൻ തക്കവണ്ണം, അവൻ വിശ്വസ്തൻ എന്ന ഏത് സമയവും ദൈവത്തെ സ്തുതിക്കുവാൻ തക്കവണ്ണം നമ്മിവിടെ 98-ാം സങ്കീർത്തനത്തിലേക്ക് കടന്നു വരുമ്പോൾ അതെല്ലാം നമുക്ക് സുപരിചിതമായ വേദഭാഗമാണ്. യഹോവയ്ക്ക് ഒരു പുതിയ പാട്ട് പാടുവിൻ, അവൻ അത്ഭുതങ്ങളെ പ്രവർത്തിച്ചിരിക്കുന്നു, അവൻ്റെ വലങ്കയും അവൻ്റെ വിശുദ്ധ ഭുജവും അവന് ജയം നേടിയിരിക്കുന്നു. നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു, എൻ്റെ 1-ാം വാക്യത്തെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, യഹോവയ്ക്ക് ഒരു പുതിയ പാട്ട് പാടുവിൻ. ഞാൻ ഇന്നലെ ചേരി പ്രദേശത്ത് ആദ്യമായിട്ടാണ് അതിനുശേഷം വചനം പഠിപ്പിക്കുന്നത്. വളരെ ബുദ്ധിമുട്ടിയാണെങ്കിലും ഞാൻ വചനം പഠിപ്പിക്കുവാൻ, കാരണം എന്നോടധികം സംസാരിക്കരുതെന്നുള്ള നിർദ്ദേശം മെഡിക്കൽ സയൻസിൻ പ്രകാരം ലഭിച്ചിരുന്നെങ്കിലും ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ ഞാൻ വചനം പഠിപ്പിക്കുവാൻ. അവരെല്ലാം വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അവർക്കറിയില്ല ഞാൻ കടന്നുപോയ പ്രതിസന്ധി. അതുകൊണ്ട് ഞാൻ ദൈവത്തോട് പറഞ്ഞ് അല്പം ശബ്ദത്തിൽ ഞാൻ പഠിപ്പിച്ചോളാം എന്ന് പറഞ്ഞ് ദൈവം എന്നെ അനുവദിച്ചു. അങ്ങനെ ഞാൻ വചനം പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് വലിയ സന്തോഷവും ആനന്ദവും പകർന്ന വേദഭാഗങ്ങളായിരുന്നു. കാരണം ഞാൻ യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ നിന്നാണ് ഇന്നലെ വചനം പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. പല പുസ്തകങ്ങളിൽ നിന്നാണ് പഠിപ്പിക്കാറുള്ളത്. അങ്ങനെ യെശയ്യാവിൻ്റെ പുസ്തകം പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഓരോ ദിവസവും പല പുസ്തകങ്ങളാണ്. അതിൻ്റെ 11-ാം 10-ാം അധ്യായം വരെ പഠിപ്പിച്ചിരുന്നു. എന്നാൽ ഇന്നലെ 11-ഉം 12-ഉം അധ്യായമാണ് ഞാൻ പഠിപ്പിക്കുവാൻ ഇടയെ തീർന്നത്. എന്നാൽ ഞാൻ ആ വചനഭാഗങ്ങൾ പഠിപ്പിക്കാൻ ഇടയെ തീർന്നപ്പോൾ ദൈവം എന്നോട് ഇപ്രകാരം സംസാരിച്ചു, ദൈവം എൻ്റെ രക്ഷ, യഹോവയായ യാഹ് എൻ്റെ ബലവും എൻ്റെ ഗീതവും ആയിരിക്കൊണ്ട് അവൻ എൻ്റെ രക്ഷയായി തീർന്നിരിക്കൊണ്ടും ഞാൻ ഭയപ്പെടാതെ ആശ്രയിക്കും. ഞാൻ അത്ഭുതപ്പെടുവാനിടയെ തീർന്ന ഒരു വലിയ പ്രതിസന്ധിയിൽ നിന്നും മാറിയാണ് ദൈവം. ആ പ്രതിസന്ധി മാറിയ ശേഷം എന്ന് പറഞ്ഞാൽ ഒരു വലിയ വിടുതലിലേക്ക് ഞാൻ കടന്നു വന്നു. തലയ്ക്ക് വലിയ പ്രതികൂലം ഇപ്പോഴും ഉണ്ട്, എനിക്ക് വേദനകൾ വളരെ ഉണ്ട്. എന്നാലും എന്താ പറയുക, വളരെയധികം തലകറക്കത്തിൻ്റെ അവസ്ഥയിലായിരുന്നു ഞാൻ വചനം പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ ഒന്നെനിക്ക് എൻ്റെ ജീവിതത്തിൽ അവൻ എൻ്റെ രക്ഷയായി
തീർന്നിരിക്കൊണ്ട് ഞാൻ ഭയപ്പെടാതെ ആശ്രയിക്കും. അതുകൊണ്ട് നിങ്ങൾ സന്തോഷത്തോടെ രക്ഷയുടെ ഉറവുകളിൽ നിന്നും വെള്ളം കോരും. അന്നാളിൽ നിങ്ങൾ പറയുന്നത്, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവൻ്റെ നാമത്തെ വിളിച്ച് അപേക്ഷിപ്പിൻ, ജാതികളുടെ ഇടയിൽ അവൻ്റെ പ്രവൃത്തികളെ അറിയിപ്പിൻ, അവൻ്റെ നാമം ഉന്നതം ആയിരിക്കുന്നു എന്ന് പ്രസ്താവിപ്പിൻ, യഹോവയ്ക്ക് കീർത്തനം ചെയ്യുവിൻ, അവൻ ശ്രേഷ്ഠമായത് ചെയ്തിരിക്കുന്നു, ഇത് ഭൂമിയിൽ എല്ലായിടവും പ്രസിദ്ധമായി വരട്ടെ. ദൈവം ചെയ്തിരിക്കുന്ന ഓരോ കാര്യങ്ങളും ഭൂമിയിൽ എല്ലായിടവും പ്രസിദ്ധമായി വരട്ടെ. ഒരു മുട്ട എപ്രകാരം ഉടഞ്ഞ് തകർക്കപ്പെട്ടു പോകുന്നുവോ അതുപോലെ എൻ്റെ തല ഉടഞ്ഞ് തകർക്കപ്പെട്ടു പോകുന്ന അവസ്ഥയിലൂടെ കടന്നുപോയ ആ സാഹചര്യത്തിൽ ദൈവം എത്ര വിശ്വസ്തമായി എന്നെ സൂക്ഷിച്ചു പരിപാലിച്ചു. തലച്ചോറിനൊന്നും സംഭവിക്കാതെ വണ്ണം ദൈവം സംരക്ഷിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ദൈവത്തിൻ്റെ വിശ്വസ്തത എത്ര വലുതാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, സിയോൻ നിവാസികളെ, ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ നിങ്ങളുടെ മധ്യത്തിൽ വലിയവനായിരിക്കുകയാൽ ഘോഷിച്ച് ഉല്ലസിപ്പിൻ. നമ്മുടെ ദൈവം നമ്മുടെ മധ്യേ വലിയവനായിരിക്കുന്നു. അവൻ്റെ പ്രസിദ്ധമായി പല പ്രതിസന്ധികൾ, ഞാൻ യെശയ്യാവിൻ്റെ പുസ്തകം ഇന്നലെ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവം എന്നോട് സംസാരിച്ചൊരു കാര്യമുണ്ട്. വലിയ പെരുവെള്ളമായി നമ്മുടെ ചുറ്റുമായി വലിയ പ്രതിസന്ധികൾ, ശത്രുവിൻ്റെ പെരുവെള്ളം നമ്മുടെ ചുറ്റും ആനടിച്ച് വരുമ്പോൾ അതിനെ 7 വഴിയായി തിരിച്ചുവിട്ട് അതിൽ നിന്നും നമ്മെ വിടുവിക്കുന്നൊരു ദൈവം, നമ്മെ പരിപൂർണമായി വിടുവിക്കുന്ന, വെറും ഒരു ചെരിപ്പ് മാത്രം ആ വലിയ പെരുവെള്ളത്തിനെ ക്രോസ് ചെയ്യുവാൻ, പെരുവെള്ളത്തിനെ മറികടക്കുവാൻ തക്കവണ്ണമുള്ള ശക്തി ദൈവം നമുക്ക് നൽകുന്ന ദൈവമാണ്. ദൈവത്തിൻ്റെ വിശ്വസ്തത എത്ര വലുതാണ്. ദൈവം വിശ്വസ്തനായ ദൈവമാണ്. നമ്മെ കൈവിടാത്ത ദൈവം, നമ്മെ ഉപേക്ഷിക്കാത്ത ദൈവം. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പെരുവെള്ളങ്ങളെ ദൈവം ചെറിയ നിസ്സാരമായ കാര്യമാക്കി മാറ്റി നമ്മെ അതിൽ നിന്നും പുറത്തു കൊണ്ടുവരുന്ന ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായി ദൈവത്തെ നമുക്ക് സ്തോത്രം ചെയ്യാം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ കടന്നു വരുമ്പോഴാണ് അതിൻ്റേതായ ആ വലിയ ഒഴുക്കിൻ്റെ ആ ഊക്കം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. എത്ര വലിയ ഒഴുക്കായിരുന്നു അത്. എന്നാൽ ആ ഒഴുക്കിനെ എപ്രകാരമാണ് നിസ്സാരമായി ദൈവം അതിനെ മാറ്റിക്കളഞ്ഞതെന്ന് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അനുഭവത്തിലൂടെ നമുക്ക് പഠിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ഓരോ അവസ്ഥകളിലും ദൈവം എത്ര വിശ്വസ്തനാണ്, ദൈവം എത്ര നീതിമാനാണ്. ദൈവത്തിൻ്റെ വിശ്വസ്തത എത്ര വർണ്ണിച്ചാലും സ്തുതിച്ചാലും മതി വരികയില്ല. നമ്മെ ഓരോ നിമിഷവും കാത്തു സൂക്ഷിക്കുന്ന ദൈവം. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ വചനഭാഗത്ത് നിന്നിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ തലയിൽ നിന്നും രക്തം വാർന്നൊഴുകുന്ന സമയത്ത് ഇപ്പോഴും എൻ്റെ തലയിൽ, കാരണം എനിക്ക് തല കഴുകുവാനൊന്നും സാധ്യമല്ല, അതുകൊണ്ട് രക്തം ഒത്തിരി എൻ്റെ തലമുടിയിലെല്ലാം രക്തം നിറഞ്ഞിരിക്കുന്ന അവസ്ഥയാണ്. എന്നാൽ ഞാൻ ഇപ്രകാരം ഓർക്കുവാൻ ഇടയെ തീർന്നു, യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി ഒഴുക്കിയ രക്തത്തിൻ്റെ വില. കാരണം എത്രത്തോളം യേശു സഹിച്ചു, യേശു ദാഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ, കാരണം എനിക്ക് ദാഹം മാറുവാൻ സാധ്യമല്ലാതെ വണ്ണം മുഖം വരളുന്ന അവസ്ഥ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. വായ വരളുന്ന, എത്ര വെള്ളം കുടിച്ചിട്ടും അത് ആ പ്രതിസന്ധി മാറുവാൻ തക്കവണ്ണം ഇടയാകാതെ വണ്ണം വലിയൊരു പ്രതിസന്ധി എൻ്റെ ജീവിതത്തിൽ കടന്നു വരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. എന്നാൽ എൻ്റെ ജീവിതത്തിൽ ആ അവസ്ഥയിൽ പോലും ഞാൻ തുടർമാനമായി വെള്ളം കുടിക്കുകയാണ്, പക്ഷേ എനിക്ക് ദാഹം തീരുന്നില്ല. എന്നാൽ ഒന്നെനിക്ക് മനസ്സിലായി, യേശു എപ്രകാരമാണ്. കാരണം രക്തം ഒത്തിരി വാർന്നൊഴുകിപ്പോയതുകൊണ്ടാണ് ഞാൻ എത്ര വെള്ളം കുടിച്ചിട്ടും എനിക്ക് ദാഹം മാറുന്നില്ല. വലിയ തലകറക്കം, എനിക്ക് വെള്ളം എപ്പോഴും വേണം, അങ്ങനെ ഒരു അവസ്ഥ. പക്ഷേ യേശു എപ്രകാരം ദാഹിച്ചു. യേശുവിൻ്റെ ദാഹം ആത്മാക്കളെ നേടുവാനായിരുന്നു. നമുക്കറിയാം ആ യേശുവിൻ്റെ ദാഹം നമുക്കറിയാം യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ യേശു ദാഹിച്ചത് എന്തിനു വേണ്ടി? വെള്ളത്തിന് വേണ്ടിയല്ല. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ നാം ഒരുപക്ഷെ നമ്മുടെ ശാരീരികമായ ക്ഷീണം കൊണ്ട് വെള്ളത്തിന് വേണ്ടി ദാഹിച്ചാൽ പോലും യേശു ദാഹിച്ചത് വെള്ളത്തിന് വേണ്ടിയല്ല, അനേക ആത്മാക്കളെ നേടുവാൻ. നമ്മുടെ പ്രതിസന്ധികളുടെ മധ്യത്തിൽ യേശു ആ കള്ളനെ നേടുവാൻ തക്കവണ്ണം ക്രൂശിൽ രക്തം വാർന്നൊഴുങ്ങി. ഒരല്പം വെള്ളം, വായ വരണ്ടുപോയി, എന്നാൽ അല്പം വെള്ളത്തിന് വേണ്ടി ആഗ്രഹിച്ചെങ്കിൽ ലഭിച്ചില്ല. എന്നാൽ ആ ക്രൂശിൽ തറയ്ക്കപ്പെട്ടപ്പോഴും അവൻ അനേകരെ രക്ഷിക്കുവാൻ ഇടയെത്തുന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ പ്രതിസന്ധികളുടെ മധ്യത്തിൽ അനേകർ
ക്രിസ്തുവിനെ കണ്ടെത്തുവാൻ, അനേകർ യേശുവിനെ രുചിച്ചറിയുവാൻ, അനേകർ ഈ സത്യമാർഗത്തിലേക്ക് കടന്നു വരുവാൻ, ഈ സത്യദൈവത്തെ രുചിച്ചറിയുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തിലൂടെ ഇടയായി തീരുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. നമ്മുടെ മുൻപിലുള്ള വലിയ ഒഴുക്കുകളുണ്ട്, എന്നാൽ ആ ഒഴുക്കുകളെ ദൈവം മാറ്റിക്കളയും. ദൈവം വിശ്വസ്തനായ ദൈവമാണ്. അതുപോലെ നമ്മുടെ ഏത് പ്രതിസന്ധിയുടെ മധ്യത്തിലും നമുക്ക് സംസാരിക്കുവാൻ സാധിക്കുമെങ്കിൽ നാം അനേകരോട് സുവിശേഷം പറയുവാൻ, നമ്മുടെ ജീവിതം ആ മനുഷ്യനോട് ഞാൻ ക്ഷമിക്കുവാനിടയെ തീർന്നു. ആ മനുഷ്യൻ ഭയത്തോടെ വിറച്ചുകൊണ്ടാണ് ആ കാറുകാരൻ അവിടെ നിന്നത്. ജനം അദ്ദേഹത്തെ അടിച്ചു തകർക്കുവാനായി നിൽക്കുന്ന അവസ്ഥയിൽ ഞാൻ അദ്ദേഹത്തോട് സമാധാനത്തോടെ പോയിക്കൊള്ളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇനി മുതൽ ഒരിക്കലും റോട്ടിൽ നോക്കാതെ ഇങ്ങനെ വണ്ടി ഓടിക്കരുതെന്ന് മാത്രം പറയുവാനിടയെ തീർന്നു. തന്നോട് യേശു ക്രിസ്തുവിനെ കുറിച്ച്, എന്നെ രക്ഷിച്ച ദൈവത്തെക്കുറിച്ച് പറയുവാനും തന്നെ മടക്കി അയക്കുവാൻ തക്കവണ്ണം ഇടയെ തീർന്നു. നമ്മുടെ ജീവിതത്തിൽ യേശു ക്രിസ്തു നമ്മോട് പറഞ്ഞ കാര്യങ്ങൾ ഒരുപക്ഷെ വലിയ ചെലവുകൾ എൻ്റെ ജീവിതത്തിൽ നേരിട്ടെങ്കിലും ആ സാഹചര്യത്തിൽ ആ വ്യക്തിയോടൊന്നും വാങ്ങാതെ, ഒന്നും ചോദിക്കാതെ, കാരണം അദ്ദേഹത്തോട് ക്ഷമിക്കുവാൻ തക്കവണ്ണം, അതുപോലെ ആ ജനക്കൂട്ടം അത്ഭുതത്തോടെ അല്ലെങ്കിൽ ആശങ്കയോടെ, ഭയത്തോടെ, വലിയ നെടുവീർപ്പോടെ, ഞാൻ ആശുപത്രി പോകുന്നത് വരെ ഞാൻ കേട്ടൊരു ശബ്ദമാണ് രക്ഷപ്പെട്ടു, രക്ഷപ്പെട്ടു, രക്ഷപ്പെട്ടു എന്ന് ജനം മന്ത്രിക്കുന്നതായ ശബ്ദം. എല്ലാവരുടെ വലിയ നെടുവീർപ്പോടെ എന്നെ ഉറ്റുനോക്കി ഭയത്തോടെ നോക്കിക്കൊണ്ട് അവർ പറയുന്നത് രക്ഷപ്പെട്ടു. കാരണം എങ്ങനെയോ രക്ഷപ്പെട്ടെന്നുള്ള ഒരു വലിയ, പക്ഷേ നമുക്കറിയാം സർവശക്തനായ ദൈവം. ഞാൻ അവരോട് ഒന്ന് പറഞ്ഞാണ് ഞാൻ ആശുപത്രിയിലേക്ക് പോയത്. സർവശക്തനായ യേശു ക്രിസ്തു അവൻ രക്ഷിച്ച അവൻ്റെ വിധത്തെക്കുറിച്ചൊന്ന് 2-3 സെൻറ്റൻസിൽ പറഞ്ഞുകൊണ്ട് ഞാൻ പോകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ദൈവം വിശ്വസ്തനാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഏത് പ്രതിസന്ധികളിലും നമ്മെ കാക്കുന്ന, പരിപാലിക്കുന്ന ആ വിശ്വസ്തനായ ദൈവത്തെ നമുക്ക് മുറുകെ പിടിക്കാം. നമ്മുടെ ജീവിതത്തിൽ അവനെ ഉയർത്താം. അവൻ വിശ്വസ്തനാണ്. ദൈവം നമ്മെ ഓരോരുത്തരെയും റിബനഹത്തനാരക വിശ്വസ്തതയ്ക്കായി ഒരുക്കട്ടെ, നമ്മെ ശക്തീകരിക്കട്ടെ. ഈ പാകിസ്ഥാൻ്റെ ബോർഡറിലും ദൈവത്തിൻ്റെ പ്രവൃത്തി ശക്തിയോടെ ചെയ്യുവാൻ തക്കവണ്ണം ദൈവം അടിയനെയും സഹായിക്കുന്നതിന്, കുടുംബമായി അനുഗ്രഹിക്കേണ്ടതിന് റബസത്തുര തലയിലുള്ള മുറിവുകളെല്ലാം വേഗത്തിൽ ഉണങ്ങുവാൻ തക്കവണ്ണം എല്ലാവരും പ്രാർത്ഥനയെ ചോദിച്ചുകൊണ്ട് നമുക്കൊരു റബസത്തുറാന ഒരു വാക്ക് പ്രാർത്ഥിക്കാം. റാഖാനപരഗതകല ജനപരരഗതകല ഊറബനരഗതകല ഹംദനാരഗതകല ജനപനരഗതകല അരബനരഗതകല സന്തുറാനകരഗതകല ജീതരരഗതകല. पवित्र पवित्र परमेश्वर यीशु मसीह जी, हम आपको दिल से धन्यवाद देना चाहते प्रभु जी, सुंदर समय के लिए, आपके पवित्र उपस्थिति में आने के लिए परमेश्वर, पाकिस्तान का बॉर्डर से परमेश्वर के वचन को देने के लिए, आपके प्यारे लोगों के बीच में परमेश्वर के गवाह बनने के लिए आप परमेश्वर सचमुच में हमारे जिंदगियों में परमेश्वर अद्भुत काम करने वाला परमेश्वर है। परमेश्वर हर एक बार परमेश्वर हमको बचाने वाला, हमको सुरक्षित रखने वाला परमेश्वर है। आपके परमेश्वर बड़े हाथों के अंदर परमेश्वर को संभालते हैं परमेश्वर। वैसे परमेश्वर पक्षी अपने पंखों तले बच्चे को संभालते हैं, वैसे परमेश्वर यीशु मसीह परमेश्वर के भक्त लोगों को संभालने वाला, ओ रब सतुराने का परमेश्वर वचन सुनने वाला, हर एक जीवनों में आपके आशीष चाहते परमेश्वर के भक्त लोगों के लिए, आपके दासी दासों के लिए प्रभु जी परमेश्वर एक एक जीवन के लिए धन्यवाद देते परमेश्वर। रब सतुराने करेगा दगला जी दरेगा दगला संदुराने करेगा दगला, हर एक जीवन यीशु मसीह के नाम पर आगे बढ़ सके, आपके आशीष उनके जीवनों में चाहते परमेश्वर यीशु मसीह। हालेलुया। हम परमेश्वर हमारे हर एक अवस्थाओं में यीशु का गवाह बन के आगे बढ़ने के लिए, यीशु के परमेश्वर हालेलुया सच्ची कलाम को, सच्ची परमेश्वर यीशु मसीह का हालेलुया सुरक्षा को दूसरे को बताने के लिए, यीशु मसीह कलवरी क्रूस में हमारे लिए परमेश्वर हमारे हालेलुया परमेश्वर आत्मा को सुरक्षा देने के लिए, आत्मा को स्वर्ग राज्य में लेके जाने के लिए परमेश्वर हमारे जिंदगियों में परमेश्वर राह बनकर यीशु मसीह आया। यीशु मसीह परमेश्वर हमारे लिए कुचला गया, हमारे लिए परमेश्वर हालेलुया दुख सहन लिया, हमारे लिए अपने परमेश्वर शरीर में हमारे पापों को उठा लिया, हमारे दुखों को उठा लिया परमेश्वर। रिबसतुरानेगा हमारा प्रार्थना है परमेश्वर हर एक जन यीशु मसीह रबसतुरानेगा रेगदगला जनबनरेगदगला आपके पवित्र कलाम में परमेश्वर अटल रह सके, यीशु मसीह के विश्वासी योग्यता को जिंदगी में अनुभव कर सके, यीशु मसीह के दया को परमेश्वर हालेलुया उसका वर्णन कर सके, यीशु मसीह के परमेश्वर रिबसतुरानेगा और बनहतना रेगदगला जनबनरेगदगला अद्भुत कामों को परमेश्वर हालेलुया दुनिया के कोने कोने तक परमेश्वर हालेलुया बता सके परमेश्वर। यीशु की तरह महान
यीशु कितने अच्छे हैं परमेश्वर, हमारे जिंदगियों को संभालने वाला परमेश्वर है। रब सतुराने करेगा दगला हल है, रब सतुराने का अलग अलग परेशानियों से हमको बचाने वाला परमेश्वर, यीशु के अद्भुत हाथों में हमारे जिंदगियों को समर्पण करते परमेश्वर। पिता पुत्र पवित्र आत्मा के नाम पर परमेश्वर हमारे प्यारे लोगों को परमेश्वर हालेलुया जूम के द्वारा परमेश्वर हालेलुया वचन को सुना हुआ परमेश्वर यीशु मसीह हालेलुया। ओ रबाना हतना रेगा दगला रूम प्रेयर लाइन के लिए, डालस प्रेयर लाइन के लिए परमेश्वर के भक्त लोगों के लिए, आपके दासी दासों के लिए हर एक को यीशु के हाथ में समर्पण करके प्रार्थना हमारे उद्धार करते यीशु मसीह के पवित्र मीठे नाम से आमीन।